Hello, good morning. Good morning. Good morning. കേൾക്കാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ. അപ്പോൾ അതിനടുത്ത് മഴയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെള്ളിയാഴ്ച ശനിയാഴ്ച മഴയായതുകൊണ്ടാണ്. മഴ ഇവിടെ കുറവായിരുന്നു, പക്ഷെ കറണ്ട് പോയി, അതാണ് എടുക്കാഞ്ഞത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് എടുത്തു പോവാം. ഓക്കെ, നമ്മൾ എടുത്തു നിർത്തി എവിടെയായിരുന്നു? ഇവിടെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനെ നോക്കിയേ, 46ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. രാജു ഒരു ജോലി 30 ദിവസം കൊണ്ടും ഗോപു അതേ ജോലി 20 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. അതേ ജോലി രാജുവും ഗോപുവും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും? രണ്ട് പേരുണ്ട്, രാജുവും ഗോപു എന്ന് പറഞ്ഞ 2 പേരുണ്ട്. അതിനകത്ത് രാജു എന്ന് പറഞ്ഞ ആൾ 30 ദിവസം കൊണ്ട് ഒരു ജോലി എടുക്കും. അവനൊരു ജോലി കൊടുത്താൽ 30 ദിവസം എടുക്കുക തീർക്കാനായിട്ട്. പക്ഷെ നമ്മുടെ ഗോപു ആട്ടെ ആ ജോലി, അതേ സെയിം ജോലി തന്നെ 20 ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്യും. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നതാണ്, രാജുവും ഗോപുവും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പണി തീർക്കും അവന്മാർ. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? നമ്മളിത് നമ്മുടെ ടെറ്റിനൊരു സിലബസ് ആണ്, എന്ത് ജോലിയും സമയവും എന്ന് പറഞ്ഞൊരു സിലബസാണ്. നമുക്കത് മൊത്തം പഠിച്ചേക്കാം. ഓക്കെ, നമുക്ക് ബുക്കും പേപ്പറൊക്കെ എടുത്ത് വെച്ചു. ഒരു സിലബസ് കുറേ ഉണ്ട്, 4-5 ഇക്വേഷൻ ഉണ്ട് അതിനകത്ത്. സമയം ജോലിക്കകത്ത് എന്നുള്ളത് ടൈം ആൻഡ് വർക്ക്. ഓക്കെ, ഇതാണ് സാധനം, സമയവും പ്രവൃത്തിയും. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇതാണ് നോക്കിയേ, ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും, ഈ കോളത്തിൽ കിടക്കുന്ന കേട്ടോ ഈ വരയ്ക്കുന്ന പറയുന്നത്. നമ്മുടെ 4 ഇക്വേഷൻ പഠിക്കാനുണ്ട്, 4 ഇക്വേഷൻ പഠിക്കണം. ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി അത് വൈ ദിവസം കൊണ്ടും ചെയ്താൽ 2 പേരും ചേർന്ന് തീർക്കാനായിട്ട് എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. നമ്മളിപ്പോൾ ചോദിച്ചത് ഇത്രയായിരുന്നു, എന്താണ്? രാജു ഒരു ജോലി 30 ദിവസം കൊണ്ടും, ബി എന്ന് പറഞ്ഞ രാമോ ആരോ ആള് എന്ത് ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ടും ചെയ്ത് തീർത്താൽ 2 പേരും കൂടി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം എടുക്കണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. എന്നെ എടുക്കണം? രാജുവിൻ്റെ ജോലിയുടെ ദിവസം ഇൻറ്റു ഗോപുവിൻ്റെ ജോലിയുടെ ദിവസം ഡിവൈഡഡ് ബൈ രാജുവിൻ്റെ ജോലി പ്ലസ് ഗോപുവിൻ്റെ ജോലി. ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി, ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബി ഒരു ജോലി വൈ ദിവസം കൊണ്ടും ചെയ്താൽ 2 പേരും കൂടി ചെയ്ത് തീർത്താൽ എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ പഠിക്കേണ്ടത്. ഇത് നമ്മൾ ഏത് കേസിലാണ് എടുക്കേണ്ടത്? ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടും ബി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടൊന്നും നമുക്ക് കണ്ടീഷൻ തന്നാൽ ഏത് ഇക്വേഷൻ ഇടണം? എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ആ കണ്ടീഷനിൽ നമുക്ക് എടുത്ത് തന്നിരിക്കുന്നത് നോക്കിയേ, ഉണ്ടോ? രാജു ഒരു ജോലി 30 ദിവസം, രാജു ഒരു ജോലി 30 ദിവസം, ഗോപു അതേ ജോലി 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. എങ്കിൽ 2 പേരോട് കൂടി എത്ര ദിവസം ചെയ്ത് തീർക്കും? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്നാ? രാജുവിനെ എക്സ് എന്ന് എടുക്കുക, ഗോപുവിനെ വൈ എന്ന് എടുക്കുക. രാജുവിനെ എക്സ് എന്ന് എടുത്തുക്കുക, രാജു ഇസ് ഈക്വൽ ടു ആർ ഇസ് ഈക്വൽ ടു രാജു എക്സ് ഐ, ഗോപു ജി ഇസ് ഈക്വൽ ടു വൈ ഐ. അങ്ങനെയാണെങ്കിൽ വരുന്നുണ്ട്, എന്താണ് നമ്മുടെ ഇക്വേഷൻ? എക്സ് വൈ ബൈ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു, അതായത് 30 ഇൻറ്റു 20, 30 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 20. എത്ര വരും? 3 2 6, 600 ഡിവൈഡഡ് ബൈ 20 30 50. വെട്ടിക്കളഞ്ഞാൽ 60ൻ്റെ അത് എത്ര ഇഞ്ച്? 12 ഇഞ്ച്. അപ്പോൾ എത്ര ദിവസം? 12 ദിവസം കൊണ്ട് അവരവരുടെ ജോലി പൂർത്തിയാക്കും. മനസ്സിലായോ? ഏത് ഇക്വേഷൻ ഒന്ന്? ഏത് ഇക്വേഷൻ ഇടേണ്ടത്? ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടും ബി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ അവർ 2 പേരും കൂടി ഒരുമിച്ച് എത്ര ദിവസം എടുക്കുമെന്ന് ചോദിച്ചാൽ ഏത് ഇക്വേഷൻ ഇടണം? എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അടുത്ത അതിൻ്റെ ഒരു വേറെ ക്വസ്റ്റ്യൻ എടുത്ത് തരാം. ഓക്കെ, ഉണ്ടോ? ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അത് 15 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ 2 പേരും കൂടി ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? പെട്ടെന്ന് നോക്കിയേ, ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യനാണ്, ഈ ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ഇത്. ഉണ്ടോ? ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അത് 15 ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ 2 പേരും കൂടി ആ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? എത്ര ദിവസം എടുക്കും? ചെയ്ത് നോക്കി. എന്നെ എടുക്കേണ്ടത് 10 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 10 പ്ലസ് 15. കിട്ടുന്നുണ്ടോ ഉത്തരം? 6 ഉത്തരം വരുന്നുണ്ട്. ഏത് ഇക്വേഷൻ ഇടണം? ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. ഏത്? ഈ കാണുന്നിരിക്കുന്ന എന്ന് പറഞ്ഞ ആളുടെ ജോലി എത്ര എടുക്കണം? എക്സ് എടുക്കണം. അതായത് ഇത് എക്സ് എടുക്കണം, 10ന് എക്സ് എടുക്കണം, 15നെ വൈ എന്ന് എടുക്കണം. നമ്മുടെ ഇക്വേഷൻ എന്നാ? എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ. ഇട്ട് കൊടുക്കുക, നമുക്ക് എത്ര കിട്ടും?
എത്ര കിട്ടും? ഇവിടെ ചോദിച്ചിട്ടുണ്ട് കണ്ടോ, എത്ര കിട്ടും? 6 ദിവസം. കണ്ടോ, 6 ദിവസം കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? 6 വന്നാൽ മനസ്സിലായില്ലേ? നമ്മൾ കണ്ടുപിടിക്കും. ഇത് റെസിപ്രോക്കൽ ആയിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കുക. ഇത് നമ്മൾ നോർമൽ മെത്തേഡ് ചെയ്യുന്നതാണ്. നമ്മൾ സ്കൂൾ രീതിക്ക് നമ്മൾ റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളിവിടെ ജസ്റ്റ് ഒരു ഇക്വേഷൻ 1 മാർക്ക് ചോദ്യമല്ലേ, അതിന് ഇക്വേഷൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ ക്ലിയർ ആണോ? എന്താണ്? എ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, ബി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെയാണ് അവർ രണ്ടുപേരുടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്ന് ചോദിച്ചാൽ ഏത് ഇക്വേഷൻ? XY ബൈ X+Y ഇട്ട് കൊടുക്കണം. ഇനിയും രണ്ടാമത്തെ ഇക്വേഷൻ, ഈ ഒന്നാമത് പറഞ്ഞ ക്ലിയർ അല്ലേ? ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ജോലിയുടെ കാര്യത്തിൽ ഒന്നാമത്തെ ഇക്വേഷൻ ക്ലിയർ അല്ലേ? രണ്ടുപേരുണ്ട്, രണ്ടുപേരിൽ ഒരാൾ ഇത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, മറ്റൊരാൾ വേറൊരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അപ്പോൾ രണ്ടുപേരോട് ചെയ്ത് തീർക്കാനായിട്ടുള്ള ദിവസമാണ് XY ബൈ X+Y. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ നോക്കി. M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ M1 D1 = M2 D2 ആയിരിക്കും. ഇത് എഴുതി വെച്ച്, ഇക്വേഷൻ എഴുതി വെച്ച് പറഞ്ഞുതരാം സംഭവം ഒന്ന്. ഈ എഴുതി വെച്ച്, M1 ആളുകൾ D1 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെങ്കിൽ M1 D1 = M2 D2 ആയിരിക്കും. എഴുതിയോ? അത് എഴുതിയോ? ഇനി അതെന്താണെന്ന് മനസ്സിലാക്കുന്ന നോക്കി. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ ഉണ്ടോ? ഒരു ജോലി, ഈ ക്വസ്റ്റ്യൻ നോക്കണേ. ഒരു ജോലി 8 പേർ 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 36 പേർ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? നമ്മൾ ചോദിച്ചിരിക്കാൻ ഒരു ജോലിയുണ്ട്, ഒരു ജോലി 8 പേർ ചേർന്നാൽ 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഒരു വർക്ക് 8 പേര് 9 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ 36 പേര് ഉണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കാൻ ചോദിച്ചിരിക്കുന്നത്? എന്നാ എടുക്കേണ്ടത്? നമ്മുടെ ഇക്വേഷൻ ആണ് M1 D1 = M2 D2. M1 D1 = M2 D2. ഇതിൽ M1 ആരാ? എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, M1 എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടെന്ന് നോക്കണം. എത്ര പേരുണ്ട് ഇവിടെ? 8 പേർ. അതാണ് നമ്മുടെ M1. ഇനിയും ഈ M1 എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? 9 ദിവസം കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ D1 ഉണ്ടോ? M1 D1. ഇനിയും നമുക്ക് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? ചെയ്ത് തീർക്കുമെങ്കിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം. 36 പേരെന്ന് ഇതിലുണ്ട്. അപ്പോൾ ഇതാരാണ്? M2 ആണോ D2 ആണോ? ഇത് M2 ആണോ D2 ആണോ? 36 പേരെന്ന് പറയുന്നത് മനുഷ്യനാണെങ്കിൽ M ഇട്ട് വരും നിർത്താൻ. M1 പേരെന്ന് വെച്ചാൽ മനുഷ്യനല്ലേ വരുന്നത്. അവിടെയാണെങ്കിൽ മനുഷ്യനെ ഡിനോട്ട് ചെയ്യുന്നതാണ് M1. ഡേയ്സ് ആണെങ്കിൽ D1. ഇവിടെ നോക്കി, ഇവിടെ ആരാ? 36 പേരെന്ന് പറയും. അപ്പോൾ ഇതാരാണ്? ഇത് M2 ആണ് കേട്ടോ, M2. ഇനി ആരെ കണ്ടുപിടിക്കണം? D2 കണ്ടുപിടിക്കണം. ഈ ഒരു ഇക്വേഷൻ എങ്ങനെ D2 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കാൻ അറിയോ? M1 D1 = M2 D2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് D2 എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയോ? D2 എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയോ? നോക്കി, ഇങ്ങോട്ട് നോക്കി. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ്, സെർച്ച് ചെയ്യണം. ഒരു ജോലി നമുക്ക് എന്നായിരിക്കും? ഒരു ജോലിയുണ്ട്. ആ ജോലി എന്താണ് ചെയ്യുന്നത്? 8 പേര് നമുക്കറിയാം. അപ്പോൾ എത്രയാണ് നമ്മുടെ M1? എത്രയാണ്? M1 = 8. M1 = 8 പേരുണ്ട്. M1 = 8. അടുത്താരാണ്? അവർ എത്ര ദിവസം കൊണ്ട് തീർക്കും? അത് 9 ദിവസം കൊണ്ട്. M1 8. D1 എത്രയാണ്? D1 = 9. ഇനി അടുത്ത കണ്ടീഷൻ തന്നിരിക്കുന്നത്, അതേ ജോലി 36 പേർ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും നോക്കണം. അപ്പോൾ 36 എന്ന് പറഞ്ഞാൽ എന്നാണ്? M2. അപ്പം M2 = 36. നമുക്ക് ആരെ കണ്ടുപിടിക്കണം? D2 കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് M1 D1 = M2 D2 അല്ലേ? നമ്മൾ ഇവിടുന്ന് എങ്ങനെ D2 കണ്ടുപിടിക്കും? ഈ D2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ D2നെ മാത്രം ഇവിടെ നിർത്തുക. നമ്മൾ D2നെ മാത്രം എടുത്ത് എഴുതുക. കണ്ടോ, ഇക്വേഷൻ എഴുതുന്നതാണ്. D2നെ മാത്രം എടുത്ത് എഴുതുക. അപ്പോൾ D2 = നമ്മൾ ഡേയ്സ് ആണ് വേണ്ടത്. D2 = എന്ന് പറഞ്ഞാൽ ഇനി D2 കിടക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ളവൻ ആരാ നോക്കണം. ആരൊക്കെ ഉണ്ട്? M1 ഉം D1 ഉണ്ട്. അത് ഇങ്ങോട്ട് എഴുതുക. M1 D1. ഈ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറവും, അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുന്നത് ഈക്വൽ സൈൻ അപ്പുറം ഡിവിഷൻ ആയിട്ട് വരും. ഡിവൈഡഡ് ബൈ M2 എന്നാവും ഇക്വേഷൻ ഉണ്ടോ. അപ്പോൾ ഇക്വേഷൻ ആണ് D2 ഇക്വേഷൻ ആണ്
M1 D1 ഡിവൈഡഡ് ബൈ M2. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തേ M1 എത്രയാണ്? M1 36 ഇൻറ്റു D1 എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ M2 എത്രയാണ്? സോറി M2 ആണ് 36 അല്ലേ? ഒരു മിനിറ്റ്, ചെറിയൊരു തെറ്റുണ്ട്, ഇവിടെ ചെറിയ തെറ്റ് പറ്റി. നമ്മൾ M2 ഇട്ടാണ് 36 വേണ്ടത്. ഓക്കെ, M1 ആണ് വേണ്ടത് കേട്ടോ. M1 8 കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചെറിയ തെറ്റ് പറ്റി. M1 = 8 കേട്ടോ, ഇവിടെ 8 ആണ്. M1 8 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 36. 9 8 എത്രയാണ്? 9 8 എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ 36. എത്ര വട്ടം അടക്കും? 36 2 വട്ടം അല്ലേ? അപ്പോൾ എത്ര ദിവസം കൊണ്ട് അത് ചെയ്ത് തീർക്കും? 2 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. ഇക്വേഷൻ മനസ്സിലായോ? M1 ആളുകൾ D1 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കുമെങ്കിൽ M2 ആളുകൾ D2 ദിവസം കൊണ്ട് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും ചോദിച്ചാൽ ഇക്വേഷൻ ആണ് M1 D1 = M2 D2. ഇനി ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഓരോ സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ അറിയോ? D2 എന്ന് പറഞ്ഞാൽ M1 D1 ഡിവൈഡഡ് ബൈ എത്ര വരും? M2 കേട്ടോ. M1 D1 ഡിവൈഡഡ് ബൈ M2. ഇനിയും M2 ആണ് M1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിലോ ഇവിടെ നിന്ന് അങ്ങനെ M1 കണ്ടുപിടിക്കും. M1 കണ്ടുപിടിക്കും ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? എന്നെ എഴുതും M1 D1 ഡിവൈഡ് ബൈ D2. നമുക്ക് M1 8 തന്നിട്ടുണ്ട്, D1 എത്രയാണ്? ഡേയ്സ് എത്രയാണ്? 9 ദിവസം തന്നിട്ടുണ്ട്. M2 എന്ന് പറഞ്ഞാൽ 36 പേര് തന്നിട്ടുണ്ട്. അതിന് എത്ര ദിവസം എടുക്കും ചോദിച്ചാൽ 8 ഇൻറ്റു 9 ഇട്ട് 72 കിട്ടും, ഡിവൈഡഡ് ബൈ 36 ചെയ്യണം. എത്ര വരും? 2 വരും. നമ്മുടെ ഉത്തരം. ഇനിയും നേരെ തിരിച്ച് വേറെ ചോദ്യം ചോദിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടക്കട്ടെ, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചോണേ. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് ചോദിക്കാം. നോക്കിയേ, ഒരു ജോലി 36 പേര് 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ എന്താണ്? ഒരു ജോലി 36 പേര് 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 8 പേര് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? കണ്ടോ, ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാണ്. എന്താണ്? ഒരു ജോലി 36 പേര് 2 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ 8 പേര് എത്ര ദിവസം കൊണ്ട് അത് ചെയ്തു തീർക്കും? എന്നാ എടുക്കേണ്ടത്? M1 ആരാണ്? M1 31. D1 ആരാണ്? 2 D1. ഇനിയും 8 ആരാണ്? 8 പേരെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ എടുക്കണം? ഇത് M2. ഇവിടെ നമുക്ക് എന്നെ എടുക്കണം? D2 കണ്ടുപിടിക്കണം. D2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ? ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ തന്നെ, മനസ്സിലായോ? D2 = എന്താ കൊടുക്കേണ്ടത്? M1 D1 = M2 D2ൻ്റെ അകത്ത് നിന്ന് D2 കണ്ടുപിടിക്കണം. D2 എങ്ങനെ കണ്ടുപിടിക്കും? D2 = M1 D1 ഡിവൈഡഡ് ബൈ M2. എന്നാ വരും? M1 എത്രയാണ് തന്നിരിക്കുന്നത്? 36 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 8. എത്ര വരും? 36 2 എത്രയാണ്? 72 ഡിവൈഡ് ബൈ 8. 72 ഡിവൈഡ് ബൈ 8 ആണ് 9. ഉണ്ടോ? തിരിച്ച് വന്നാണ്ടോ? കണ്ടോ? അപ്പോൾ എങ്ങനെ ഇക്വേഷൻ ഇട്ടാലും നമുക്ക് കിട്ടും കേട്ടോ. ഇനിയും M1 കണ്ടുപിടിക്കേണ്ട ഇക്വേഷനും D1 കണ്ടുപിടിക്കേണ്ട ഇക്വേഷനും M2 കണ്ടുപിടിക്കേണ്ട ഇക്വേഷനും കൂടി എഴുതി തരാം. നമ്മൾ പറഞ്ഞ ഇക്വേഷൻ എഴുതേണ്ടത് എങ്ങനെയാണ്? നോക്കിയേ, M1 D1 = M2 D2 എന്ന ഇക്വേഷൻ. M2 D2 എന്ന ഇക്വേഷൻ കേട്ടോ. M1 D1 = M2 D2 എന്ന ഇക്വേഷൻ. ഇവിടെ നമുക്ക് M1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കേട്ടോ, M1 ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്നെ എടുക്കണം? ഇക്വേഷൻ ഇപ്പറയുള്ള ആളെ എടുക്കണം. ഇക്വേഷൻ ഇപ്പറയുള്ള ആരാണ്? M2 D2 എടുക്കുക. M2 D2 ഇതാരെ കിടക്കുക? മൾട്ടിപ്ലിക്കേഷൻ കിടക്കുവാണ്. ഇതിൻ്റെ ഇപ്പുറം ഡിവിഷൻ ആയിട്ട് വരും, ഡിവൈഡഡ് ബൈ D1. ഉണ്ടോ? M1 ആണ് കണ്ടുപിടിക്കുന്ന M2 D2 ഡിവൈഡഡ് ബൈ D1. ഇനി D1 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിലോ, D1 ഇക്വേഷൻ തന്നെ വരും. ഇക്വേഷൻ ഇപ്പുറമുള്ള ആരാണ്? M2 D2. അത് അതേപോലെ എഴുതുക, M2 D2 ഡിവൈഡഡ് ബൈ ആരെ എടുക്കണം? ഇവൻ്റെ തൊട്ടിപ്പുറമുള്ള M1. ഇനിയും M2 ആണെങ്കിലോ, M2 ആണ് കണ്ടുപിടിക്കുന്നെങ്കിലോ ഇക്വേഷൻ അപ്പുറമുള്ളതിനെ എടുക്കുക. അപ്പുറമുള്ളവൻ ആരാണ്? M1 ഉം D1 ഉം. അതിനെ ബൈ M1 D1 ബൈ D2. ഇനിയും D2 കണ്ടുപിടിക്കണമെങ്കിലോ D2 = ഇപ്പോൾ എഴുതിയതാണ് M1 D1 ഡിവൈഡഡ് ബൈ M2. കണ്ടോ? 4 ഇക്വേഷനായി കേട്ടോ. 4 ഇക്വേഷനെ വരത്തുള്ളൂ ഇതിൽ നിന്ന്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ
ആദ്യമുള്ള എടുത്ത ആൾക്കാരുടെ മനുഷ്യൻ്റെ ഇത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അവരെടുത്ത ഡേയ്സ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ രണ്ടാമത് വന്ന ആൾക്കാരുടെ ലിസ്റ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ രണ്ടാമത് അവരെടുത്ത ഡേയ്സ് കണ്ടുപിടിക്കാൻ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ 4 ഇക്വേഷൻ ഫോം ചെയ്തു. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. അത് ഏതാ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗിവൺ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാ അൺനോൺ. ആ അൺനോൺ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻസ് കിട്ടും. എങ്ങനെ ഇക്വേഷൻ കിട്ടുന്നത്? M1 D1 = M2 D2 എന്ന് എഴുതുക. ഏതവനാണോ നോൺ ആയിട്ടിരിക്കുന്നത് അവനെ ഈസിക്കൽ വിട്ടിട്ട് ഈക്വൽ സൈൻ അപ്പുറം ഉള്ളതിനെ എഴുതുക. ഡിവൈഡഡ് ബൈ ആ എഴുത്തവൻ്റെ കൂടെ ഉള്ളതിനെ ഡിവൈഡർ ആയിട്ട് എഴുതി വെക്കുക. കിട്ടിയോ 4 ഇക്വേഷൻ? M1 D1 = M2 D2. അതാണ് നമ്മുടെ സംഭവമാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. എന്താണ് നമ്മുടെ ചോദിച്ച കണ്ടീഷനാണ്? M1 ആളുകൾ D1 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുമെങ്കിൽ M2 ആളുകൾ D2 ദിവസം കൊണ്ടും പൂർത്തിയാക്കുമെങ്കിൽ M1 D1 = M2 D2 ആയിരിക്കും. അതിന് നമ്മൾ M1 കണ്ടുപിടിച്ചു, D1 കണ്ടുപിടിച്ചു, M2 കണ്ടുപിടിച്ചു, D2 കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കണം? നമ്മൾ ചോദ്യം നോക്കി അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കണം. അതിൻ്റെ അകത്തെ വാല്യൂസ് നമ്മൾ ഗിവൺ ഇട്ട് കൊടുക്കണം. ഗിവൺ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ഒരു വാല്യൂ കിട്ടാതെ വരും. ആ കിട്ടാതെ വരുന്ന വാല്യൂ നമ്മൾ ഇക്വേഷൻ അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അത് കിട്ടിയോ? ഇക്വേഷൻ ക്ലിയർ ആണോ? ക്ലിയർ ആ ഇക്വേഷൻ? M1 D1 = M2 D2. ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ആ ഇക്വേഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്ത് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഓക്കെ, അടുത്ത സെറ്റ് നോക്കിയേ. അടുത്ത സെറ്റ് നോക്കിയേ. എയും ബിയും ഒരു ജോലി X ദിവസം കൊണ്ടും ബിയും സിയും ഒരു ജോലി Y ദിവസം കൊണ്ടും എയും സിയും ഒരു ജോലി Z ദിവസം കൊണ്ടും ചെയ്തു തരുമെങ്കിൽ 3 പേര് ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ 2XYZ / XY + YZ + XZ ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? എയും ബിയും ഉണ്ട്. ഇതിനകത്ത് 3 ആൾക്കാരുണ്ട് കേട്ടോ. 3 ആൾക്കാരുണ്ട്, തെറ്റിപ്പോയില്ല. ഇതിനകത്ത് 3 പേര് പണിയാൻ വരുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ആൾ എ, രണ്ടാമത്തെ ആൾ ബി, മൂന്നാമത്തെ ആൾ സി. അപ്പോൾ ആദ്യത്തെ എയും ബിയും കൂടി ജോലി ചെയ്താൽ X ദിവസം കൊണ്ട് തീരും. പക്ഷേ ബിയും സിയും കൂടി ചെയ്താൽ Y ദിവസം കൊണ്ട് തീരും. നേരെ മറിച്ച് എയും സിയും ആ ചെയ്യുന്നതെങ്കിൽ Z ദിവസം കൊണ്ട് തീരും. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ചോദിച്ചാൽ എന്നെ എടുക്കണം? 2XYZ / XY + YZ + XZ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നോക്കിയേ, ഈ ഇക്വേഷൻ നോക്കേ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഒരു ജോലി. ഈ ക്വസ്റ്റ്യൻ നോക്കണേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഇത് എഴുതി വെച്ചോ. എന്താണ്? എയും ബിയും സിയും ഉണ്ട് നമ്മുടെ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ എന്നെ എടുക്കണം? എ ഒരു ജോലി എയും ബിയും കൂടി ചേർന്നാൽ X ദിവസം കൊണ്ട് തീരും. ബിയും സിയും കൂടി ചേർന്നാൽ Y ദിവസം കൊണ്ട് തീരും. പക്ഷേ എയും സിയും കൂടി ചേർന്നാൽ Z ദിവസം കൊണ്ടും തീരും. അങ്ങനെയാണെങ്കിൽ അവർ 3 കൂടി ഒരുമിച്ചാൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള ഇക്വേഷനാണ് 2XYZ / XY + YZ + XZ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കി, പ്രോബ്ലം ഇതാ. നോക്കി, എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അത് 15 ദിവസം കൊണ്ടും സി അത് 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 3 പേരും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? എ ഒരു ജോലി 10 ദിവസം കൊണ്ടും ബി അത് 15 ദിവസം കൊണ്ടും സി അത് 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 3 ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വെച്ചിരിക്കുന്നത്? നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. 2 ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു. 2 കൊടുത്തിട്ടില്ല. ഇവിടെ 2 ഉണ്ടായിരുന്നു. നമ്മുടെ ഇക്വേഷൻ കണ്ടോ? ഇക്വേഷൻ അത് 2 ഉണ്ടായിരുന്നു. ആ 2 ഇവിടെ കൊടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞുതരാം. നോക്കിയേ, അപ്പോൾ 3 ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും നോക്കണം. ഉണ്ടോ? എ ഒരു ജോലി 10 ദിവസം കൊണ്ട്, ബി അത് ജോലി 15 ദിവസം കൊണ്ട്, സി അത് 30 ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്നാ? എക്സ് 10 കൊടുക്കുക, Y ആര് കൊടുക്കണം? 15 കൊടുക്കുക, Z ആർക്ക് കൊടുക്കണം? 30 കൊടുക്കുക. അപ്പോൾ നോക്കിയേ, XY Z / XY + YZ + SZ എന്ന് ഇക്വേഷൻ ഇട്ട് കൊടുത്തേ എന്നാ വരും? 10 × 15 × 30 എത്ര വരും? 10 × 15 × 30 എത്രയാ? 10 × 15 × 30 എത്രയാ? പറഞ്ഞേ. 10 × 15 × 30. 10 × 15 × 30. 10 × 15 × 30 ഡിവൈഡഡ് ബൈ
എക്സ് ഇസഡ്. എക്സ് ഇസഡ് എന്ന് വെച്ചാൽ ആരൊക്കെ വരണം? എക്സ് വൈ. എക്സ് വൈ ആരൊക്കെയാ? 10 × 15 ഇവിടെ 10 × 15 പ്ലസ് വൈ സെഡ്. വൈ സെഡ് ആരാണ്? വൈ ആരാണ്? 15 × 30 15 × 30 പ്ലസ് എക്സ് ഇസഡ്. എക്സ് ഇസഡ് ആരാണ്? എക്സ് 10 ഇസഡ് 30 10 × 30 ചെയ്ത് നോക്കി. എത്ര വരും നോക്കി? എത്ര വരും നോക്കി? എത്ര വരും? എത്ര വരുന്നുണ്ട്? എത്ര വരുന്നുണ്ട്? കിട്ടുന്നുണ്ടോ ഉത്തരം? 5 എന്ന് പറഞ്ഞ് വരുന്നുണ്ടോ? 5 വരുന്നുണ്ടോ? 5 വരുന്നുണ്ട്. നോക്കിയേ 10 × 15 50 15 × 30 32 30 × 15 15 × 30 ഇഷ്ടം 1 1 45 450 50 പ്ലസ് 450 പ്ലസ് 10 × 30 300 എത്ര വരും? 450 50 500 800 നോക്കുമ്പോൾ എത്ര വന്നത്? 10 × 15 × 30 എത്ര വരും? 4500 ഡിവൈഡ് ബൈ 800 5.625. എങ്ങനെയാണ് വന്നത്? 5 പോയിന്റ് വന്നായിരുന്നോ? 5 പോയിന്റ് വന്നായിരുന്നു? നമുക്ക് പോയിന്റ് വന്നായിരുന്നോ? 4500/900 ആണോ? 900 ആണ് താഴെ വരുന്നത്. 4 ശരിയാ 900 താഴെ വരുന്നത് കേട്ടോ. ഓക്കെ ശരിയാ 4500 ഡിവൈഡ് ബൈ 900 എത്ര വരും? 5 വരുന്നുണ്ട് കേട്ടോ. അവിടെ 2 നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. ഇക്വേഷനകത്ത് 2 ഉണ്ട് കേട്ടോ. ആ 2 നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. താഴത്തെ ഇക്വേഷൻ അത് നോക്കാൻ പോയത്. ഈ 2 ഇല്ല ഇവിടെ കേട്ടോ. എക്സ് വൈ സെഡേ ഉള്ളൂ കേട്ടോ. എക്സ് വൈ സെഡ് ഡിവൈഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡേ ഉള്ളൂ കേട്ടോ. ആ 2 ഇല്ല ഇക്വേഷനകത്തെ. ഒക്കെ 2 അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. 2 ഇട്ട് നമ്മുടെ വാല്യൂ കയറി പോകും കേട്ടോ. ഇവിടെ അതിൻ്റെ അകത്ത് 2 കൊടുക്കാൻ അതാണ്. ഇവിടെ ഒരു പ്രിന്റിംഗ് എറർ വന്നതാണ് കേട്ടോ. ഇവിടെ ഒരു പ്രിന്റിംഗ് എറർ വന്ന ആ 2. ഓക്കെ ഇപ്പം എന്നാ എടുക്കണം? എ ഒരു ദിവസം ഇത്ര ദിവസം കൊണ്ടും ബി ഒരു ദിവസം ഇത്ര ദിവസം കൊണ്ടും സി ഒരു ദിവസം ഇത്ര ദിവസം കൊണ്ടും ചെയ്ത് തീർക്കുമെങ്കിൽ എയും ബിയും സിയും കൂടി ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ എടുക്കണം? എയുടെ ജോലിക്ക് എക്സ് കൊടുക്കുക, ബിയുടെ ജോലിക്ക് വൈ കൊടുക്കുക, സിയുടെ ജോലിക്ക് ഇസഡ് കൊടുക്കുക. എന്നിട്ട് എടുക്കണം എക്സ് വൈ ഇസഡ് ഡിവൈഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എടുക്കണം? ഇൻറ്റു ആദ്യം ചെയ്തിട്ട് വേണം എല്ലാം കൂടി കൂട്ടാനായിട്ട് കേട്ടോ. ഇൻറ്റു ചെയ്യാനുള്ളതിനെല്ലാം ഇൻറ്റു ചെയ്യണം, എന്നിട്ട് വേണം കൂട്ടിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് 5 എന്ന് ഉത്തരം കിട്ടും. ഇതിൻ്റെ താഴെ വേറെ സെറ്റ് പ്രാക്ടീസ് ക്വസ്റ്റൻ ഉണ്ട്. ഞാൻ ഇതിൻ്റെ PDF അയച്ചു തരാം കേട്ടോ. ഇത് പരിശീലന പ്രശ്നമാണ്. ഇത് നമുക്ക് അയച്ചു തരാം. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ചെയ്ത് തീർക്കാം കേട്ടോ. ഇതെല്ലാം പ്രാക്ടീസ് ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ ഉത്തരം താഴെയുണ്ട്. പക്ഷേ ഇക്വേഷൻ കൊടുത്തിട്ടില്ല. നമ്മൾ ഇക്വേഷൻ ഇട്ട് ചെയ്ത് നോക്കണം. നമുക്ക് ഒരെണ്ണോട് ഇന്നത് പഠിക്കാണ്ട്. ഒരു ഇക്വേഷൻ പഠിക്കാണ്ട്. നമ്മളിപ്പോൾ ആദ്യം പഠിച്ച ഇക്വേഷൻ ആയിരുന്നു ഓർത്ത് നോക്കിയേ. ആദ്യം പഠിച്ച എന്നായിരുന്നു? എ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, ബി അതേ ജോലി ഇത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെയാണ് എയും ബി കൂടി ഒരുമിച്ച് ചെയ്താൽ എടുക്കണം എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ കൊണ്ട് ചെയ്ത് തീർക്കും. അടുത്തത് M1 ആളുകൾ D1 ദിവസം കൊണ്ടും പൂർത്തിയാക്കുന്ന ജോലി M2 ആളുകൾ D2 ദിവസം കൊണ്ടും പൂർത്തിയാക്കുമെങ്കിൽ M1 D1 = M2 D2 ആയിരിക്കും. അടുത്ത ഇക്വേഷൻ പഠിച്ചത് എ എന്ന് പറഞ്ഞ ഒരാൾ എക്സ് ദിവസം കൊണ്ടും മറ്റേ ആള് ബി എന്ന് പറഞ്ഞ ഒരാൾ വൈ ദിവസം കൊണ്ടും മൂന്നാമത് കിടക്കുന്ന ആള് സി ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ആണ് എക്സ് വൈ ഇസഡ് ഡിവൈഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് എക്സ് ഇസഡ് ദിവസം കൊണ്ട് ജോലി ചെയ്ത് തീർക്കും. ഉണ്ടോ? ജോലി ചെയ്ത് തീർക്കും. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ആണ്? ക്ലിയർ ആണോ? 3 ഇക്വേഷൻ ക്ലിയർ ആണോ? 3 ഇക്വേഷൻ ക്ലിയർ ആയോ? ഓക്കെ അടുത്ത നോക്കിയേ. ഓക്കെ അടുത്തത് ഇത് ഈ ടൈപ്പ് തന്നെയാണ്. ഇക്വേഷൻ സെയിം തന്നെയാണ്. അതിൻ്റെ അകത്ത് 2 വരുന്നതാണ് തോന്നുന്നു കേസ്. നോക്കി ഓക്കെ അടുത്ത ഇക്വേഷൻ താഴത്തെ ഇക്വേഷൻ ഉണ്ടോ? എ ബി എന്നിവർ ഒരു ദിവസം ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും എ ഒറ്റയ്ക്ക് അത് വൈ ദിവസം കൊണ്ടും ചെയ്താൽ ബി ഒറ്റയ്ക്ക് അത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും? എന്താണ്? എ ബി എന്ന ആൾക്കാർ ജോലിക്കുണ്ട്. അതിൽ എ എന്ന ആള് എക്സ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും, അവൻ ഒറ്റയ്ക്ക് അത് ചെയ്ത് തീർക്കും. പക്ഷെ ബി എന്ന ആള് വൈ ദിവസം കൊണ്ട് അത് ചെയ്ത് തീർക്കും.
അങ്ങനെയാണെങ്കിൽ ബി എന്ന ആള് ഒറ്റയ്ക്ക് അത് ചെയ്ത് തീർക്കാനായിട്ട് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. എ ബി, അതായത് ഞാനും വേറൊരാളുടെ ജോലിക്ക് കയറി, ഞങ്ങൾ രണ്ടും കൂടി ആ ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ ജോലി വൈ ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൽ എൻ്റെ കൂടെയുള്ള ആള് എത്ര ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കാന്ന് ചോദിക്കുന്നത്. കണ്ടോ, എ ബി എന്നിവർ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് തീർക്കും. അവർ രണ്ടും കൂടി ഒരുമിച്ചാൽ എക്സ് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. പിന്നെ എന്നാ പറ്റുന്നത്, എ ഒറ്റയ്ക്ക് അത് ചെയ്താൽ, എ ഒറ്റയ്ക്കാണ് എടുക്കുന്നതെങ്കിൽ അവൻ വൈ ദിവസം കൊണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാന്ന് ചോദിച്ചിരിക്കുന്നത്. നേരെ തിരിച്ചു മറിച്ച് ചോദിക്കുന്നത്, കൺഫ്യൂഷൻ ആക്കില്ല. തരി നമ്മൾ ഇക്വേഷൻ എടുത്ത് നോക്കണം. കേട്ടോ, എയും ബിയും ഉണ്ട് ഇതിനകത്ത് പണി ചെയ്യാനായിട്ട്. ഇവർ രണ്ടും കൂടി ഒരുമിച്ചാൽ എക്സ് ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ ഒറ്റയ്ക്ക് അത് വൈ ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് ചോദിക്കാൻ എടുക്കണം, എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കണം. നമ്മളൊക്കെ ഒരു പ്രോബ്ലം നോക്കിയേ. നോക്കിയേ, ഉണ്ടോ, എയും ബിയും ചേർന്ന ഒരു ജോലി 6 ദിവസങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കും. എ ഒറ്റയ്ക്ക് അത് 9 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ ബി ഒറ്റയ്ക്ക് അത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അപ്പോൾ എന്നെടുക്കണം, എയുടെ ജോലി എയും ബിയും കൂടി ചേർന്നാണ്, അതായത് എത്ര എന്നാണ്, എയും ബിയും കൂടി ചേർന്നാണ് 6 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നത്. എ ഒറ്റയ്ക്ക് അത് 9 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. അങ്ങനെയാണെങ്കിൽ ബി അത് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും, നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ നോക്കിയേ. എക്സ് വൈ ഡിവൈഡഡ് ബൈ വൈ മൈനസ് എക്സ്. എക്സ് ആരാണ്, എക്സ് നമ്മുടെ 6, വൈ ആരാണ്, വൈ നമ്മുടെ 9. എന്നാ വരും, 6 × 9 ഡിവൈഡഡ് ബൈ 9 മൈനസ് 6. 6 × 9 എത്രയാണ്, 60. 6 × 9 ഡിവൈഡ് ബൈ 9 മൈനസ് 6 3. 6 × 9 എത്രയാണ്, 9 6 54. 54 ഡിവൈഡ് ബൈ 3 എത്ര വരും, 54 ഡിവൈഡ് ബൈ 3 18. കണ്ടോ, ആ ഇക്വേഷൻ കിട്ടിയോ? ഉണ്ടോ, 4 ഇക്വേഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ്, എക്സും വൈയും കൂടി ഒരുമിച്ച് ചെയ്യുന്ന ജോലി, M1 ആളുകൾ D1 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, ABC ഒരുമിച്ച് ചെയ്യുന്ന ജോലി, എ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് തീർക്കും, ബി ഒരു ജോലി ഇത്ര ദിവസം കൊണ്ടും. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം ചെയ്ത് തീർക്കാനുള്ള ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചു. 4 ഇക്വേഷൻ നമ്മൾ പഠിച്ചുള്ളൂ. ഈ 4 ഇക്വേഷൻ പഠിച്ചിട്ട് വേണം, ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ഉള്ളതാണ് കേട്ടോ, മറക്കരുത്. ആ ടൈപ്പ് തന്നെയാണ് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ABC എന്ന 3 പേർ ചേർന്ന ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്യും, എയും ബിയും എന്നിവർ മാത്രം അത് 16 ദിവസം കൊണ്ട് ചെയ്യും, എങ്കിൽ സി അത് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സ് ആരാണ്, എക്സ് 12, വൈ എത്രയാണ്, വൈ 16. അപ്പോൾ അതിൽ വരും 12 × 16 ഡിവൈഡ് ബൈ 16 മൈനസ് 12. 12 × 16 ഡിവൈഡ് ബൈ 16 മൈനസ് 12 എത്രയാണ്, 4. ഇത് നമുക്ക് എത്ര കിട്ടും, 48 ദിവസം കിട്ടും. ഞാൻ ഈ PDF അയച്ചു തരാം. ഇതിൻ്റെ താഴെ കുറേ പരിശീലന പ്രശ്നങ്ങളുണ്ടോ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇക്വേഷൻ ഉള്ളങ്ങനെ പേജ്, ഈ മൊത്തത്തിലുള്ള PDF നമുക്ക് അയച്ചായിരിക്കും ക്ലാസ് കഴിയുമ്പോൾ. അപ്പോൾ ഇത് പഠിക്കുക. ഓക്കെ, 4 ഇക്വേഷൻ ഉള്ളൂ, 1 2 3 4 ഇക്വേഷൻ ഉള്ള 4 ഇക്വേഷൻ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പാഠാസൂത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ചെയ്ത്. പാഠാസൂത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന വെച്ചിരിക്കുന്നത് ഏതാണ്, കൃത്യമായ ആസൂത്രണം അധ്യാപകന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ആസൂത്രണം അധ്യാപകന്റെ ഉള്ളടക്ക ധാരണ മെച്ചപ്പെടുത്തുന്നു, പുതിയ ബോധന രീതികൾ വികസിപ്പിക്കാൻ അധ്യാപകനെ പ്രാപ്തനാക്കുന്നു, പിന്നെ ബോധനശാസ്ത്രമായ അപഗ്രഥനം, ടീച്ചിങ് മാനുവൽ എന്നിവ സ്ഥാന മേധാവിക്ക് സമർപ്പിക്കാനായി മാത്രം തയ്യാറാക്കുന്നത്. ഏതാണ് പാഠാസൂത്രവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന, ഏതായിരിക്കും, ആലോചിച്ച് നോക്കിയേ. പാഠാസൂത്രം എന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ലെസൺ പ്ലാനിങ്, ആ ലെസൺ പ്ലാനിങ്ങായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ചോദിക്കുന്നത്. നമുക്ക് നോക്കാം, കൃത്യമായ ആസൂത്രണം, ശരിയായിട്ട് ആസൂത്രണം ചെയ്ത് അധ്യാപകന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അത് ശരിയാണ് അല്ലേ, നമുക്കൊരു കോൺഫിഡൻസോട് ക്ലാസ് എടുക്കാൻ സാധിക്കും. പിന്നെ ആസൂത്രണം അധ്യാപകന്റെ ഉള്ളടക്ക ധാരണ മെച്ചപ്പെടുത്തുന്നു അല്ലേ, അധ്യാപകന്റെ ഉള്ളിലുള്ള അറിവുകളും ധാരണകളെല്ലാം മെച്ചപ്പെടുത്തില്ല, അത് ശരിയാണ്. പിന്നെ പുതിയ പഠന ബോധന രീതികൾ വികസിപ്പിക്കാൻ അധ്യാപകനെ പ്രാപ്തനാക്കുന്നു. ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും ന്യൂ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ ചെയ്യാനായിട്ട് എന്ത് പറ്റും, അധ്യാപകന് സാധിക്കുന്നു. അടുത്ത നോക്കിയേ, ബോധനശാസ്ത്രമായ അപഗ്രഥനം, ടീച്ചിങ് മാനുവൽ എന്നിവ സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കാനായി മാത്രം തയ്യാറാക്കുന്നത്. അങ്ങനെ ഒരെണ്ണമാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആർക്കെങ്കിലും എന്തിനേലും വേണ്ടി ചെയ്യുന്നതാണോ നമ്മുടെ ലെസൺ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. നമ്മൾ നമ്മുടെ തൊഴിലിനോട് ഇത് കാണിക്കുക, നമ്മൾ ആർക്കും വേണ്ടി, നമ്മൾ എന്നാ പറയുക, നമ്മൾ ആർക്കും വേണ്ടി ഈ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഓക്കാനിക്കാന്ന് പറയത്തില്ലേ, ആ പരിപാടി കാണിക്കരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന ജോലി വൃത്തിക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഏതാണ് ഓപ്ഷൻ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. അടുത്തത് ഉണ്ടോ, തന്നിരിക്കുന്ന ഗണിത ശാസ്ത്രത്തിൽ കേരളീയനല്ലാത്തത് ആര്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. ആരാണ് കേരളീയനല്ലാത്തത്? ഇതിൻ്റെ ഒരു PDF ഞാൻ അയച്ചതാണ്, ഒരു പേജ് ഞാൻ അയച്ചതാണ്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ് അയച്ചതാണ്. കേരളീയ ഗണിതശാസ്ത്രജ്ഞർ, ഇതര ഗണിതശാസ്ത്രജ്ഞർ, ഇതര ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞർ ഞാൻ അയച്ചു തന്നാണ്. എന്താണ് അതിൻ്റെ അകത്തുള്ളത്? കേരളീയ ഗണിതശാസ്ത്രജ്ഞർ അല്ലാത്ത ആരാണ്?
നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടതാണ്. രാമാനുജനാണ് കേട്ടോ. രാമാനുജൻ സംഖ്യ എത്രയാണ്? എപ്പോഴും ചോദിക്കുന്നത് വരുമല്ലോ എന്ന് പ്രതീക്ഷയാണ്. രാമാനുജൻ സംഖ്യ എത്രയാണ്? രാമാനുജൻ സംഖ്യയും ക്ലബ് സംഖ്യ ഉണ്ട് അതിൻ്റെ അകത്ത്. രാമാനുജൻ സംഖ്യ എത്രയാ? 1779. ക്ലബ് സംഖ്യ എത്രയാണ്? ക്ലബ് സംഖ്യ എത്രയാണ്? 6174. മറന്നു പോലെ കേട്ടോ. തെറി ചോദിക്കുമ്പോൾ ബോറടിക്കല് മറന്നു പോകുന്നതിനാണ് ചോദിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യും? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64 എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്രയാണെന്ന് എങ്ങനെ ചെയ്യും? നമ്മളിതിന് എന്നാ കണ്ടുപിടിക്കണം? ഇതിൻ്റെ LCM സെയിം ആക്കാൻ നോക്കണം. അതായത് ഈ കിടക്കുന്ന ഡിനോമിനേറ്റർ സെയിം ആക്കാൻ നോക്കണം. അപ്പം ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്നാ വരും? ഏറ്റവും വലിയ സംഖ്യ നോക്കണം. നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 1/3 ഇൻറ്റു 1/6 കൊണ്ട് നമ്മൾ എന്നെ എടുക്കും. നമ്മൾ ഇവനെയും കൊണ്ട് ഇവനെയും കുടിക്കും അല്ലേ? നമ്മൾ അങ്ങനെ രണ്ടിൻ്റെയും വാല്യൂ എത്രയാവും? 18 ആക്കി എടുക്കും. നമ്മൾ ഓർക്കുന്നില്ല നമ്മൾ പണ്ട് ചെയ്തത്. അതായത് നമ്മൾ എന്നെ എടുക്കും. ഇപ്പം 1/3 ഇൻറ്റു 1/3 നോക്കി മായ്ച്ചു കളയാം. എന്നൊരു രീതി കാണിച്ചു തരാം. അതായത് നമ്മൾ LCM സെയിം ആക്കുന്ന മെത്തേഡ് നമ്മൾ വിളിച്ചാൽ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളതിൻ്റെ ചുവടിനെ എടുത്ത് ഇപ്പുറത്തെ ഉള്ളതിൻ്റെ മേളിലിട്ട് ഗുണിച്ചാൽ എന്ന് പറഞ്ഞാണ്. നോക്കി, ഇപ്പോൾ 1/3 പ്ലസ് 1/6 ആണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ നമ്മൾ ഇതിൽ LCM സെയിം ആക്കണം. എങ്ങനെ സെയിം ആക്കും? ഈ തൊട്ടിപ്പുറം കിടക്കുന്നതിൻ്റെ നമ്പറെ എന്നെ എടുക്കണം. ഇതിനെ നമ്മുടെ ഈ തൊട്ടിപ്പുറം കിടക്കുന്നതിൻ്റെ ഡിനോമിനേറ്റർ ഉള്ള നമ്പർ ഇട്ട് ഗുണിക്കണം. 3 ഇൻറ്റു 6. അപ്പോൾ ഈ 6 കൊണ്ട് ഗുണിക്കും, മേളിലും 6 കൊണ്ട് ഗുണിക്കും. ഇനി ഇവനാണെങ്കിലോ 6 ഇൻറ്റു ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യയുടെ ഡിനോമിനേറ്റർ ഇട്ട് ഗുണിക്കണം. എത്രയാണ്? 3. ഇവിടെ ഇൻറ്റു 3 വരും. അപ്പോൾ നമ്മൾ എത്ര വരും? രണ്ടിൻ്റെയും ബേസ് വാല്യൂ 18 ആവും അല്ലേ? 1 ഇൻറ്റു 6 = 6/6 3 18 പ്ലസ് 1 3 3 ഡിവൈഡ് ബൈ 6 3 18. അതിൻ്റെ ബേസ് 2 ഇപ്പോൾ സെയിം ആയി. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 9/18 ആണ് ഇതിൻ്റെ ഉത്തരം. അതായത് 1/2 ആണ് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ഇന്നിങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ ബേസ് വാല്യൂ ഏറ്റവും വലുതായി കിടക്കുന്നത് 64 ആണ്. അപ്പോൾ ഈ കിടക്കുന്ന 2 4 8 16 32 മൊത്തം എത്രയിലോട്ട് കൊണ്ടുവരണം? 64 കൊണ്ടുവരാൻ നോക്കണം. എങ്ങനെ കൊണ്ടുവരും നോക്കിയേ. എങ്ങനെ കൊണ്ടുവരുന്ന നോക്കിയാൽ ഇതിനകത്ത് തന്നെ ഉണ്ട് ഉത്തരം. എന്നാ കൊണ്ട് ഗുണിക്കണമെന്നൊക്കെ നോക്കിയേ. നമ്മൾ ഈ മൊത്തം വാല്യൂവിനെ നമ്മൾ എന്നെ എടുക്കാൻ പോവാണ്? 64 കൊണ്ടുവരാൻ പോവാണ്. കാരണം നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാണ്ട് ചില ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്നെ എടുക്കണം? ഇതിനകത്ത് വലിയ സംഖ്യ ആരാണ്? 64. ഇതിനകത്തുള്ള ഡിനോമിനേറ്റർ വലിയവൻ ആരാണ്? 64 കിടക്കുന്നു. ഇതാണ് 64. കണ്ടോ? 1/64. അപ്പോൾ ഈ 64 ഈ കിടക്കുന്ന മൊത്തത്തിൽ ഈ 2നെയും 4നെയും 8നെയും 16നെയും 32നെയും നമ്മൾ എന്നാ എടുക്കാൻ മാറ്റും? 64 മാറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആവും? 4നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആവും? 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആവും? 16നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആവും? 32നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആവും? ഈ താഴെ ഗുണിക്കുന്നവനെ അതേ സംഖ്യ എടുത്ത് തന്നെ മുകളിലും ഗുണിക്കുക. എന്നിട്ട് തന്നെ എടുക്കണം താഴെ ഡിനോമിനേറ്റർ അപ്പോൾ സെയിം ആവും. പിന്നെ മുകളിൽ വരുന്നതിനെ മാത്രം ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോക്കിയേ. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64 വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. കണ്ടുപിടിക്കേണ്ട രീതി ഇതാണ്. ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ള വാല്യൂ ആരാണ്? 64. അപ്പോൾ നമ്മൾ തന്നെ എടുക്കണം ബാക്കി ഡിനോമിനേറ്റേഴ്സ് കിടക്കുന്ന വാല്യൂസിനെ നമ്മൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും? 64 കൺവേർട്ട് ചെയ്യാൻ നോക്കും. ആ കൺവേർട്ട് ചെയ്ത വാല്യൂ നമ്മൾ എങ്ങനെ എഴുതും നോക്കിയേ. 1/2നെ എനിക്ക് 64 ആക്കണം. അതായത് താഴെ കിടക്കുന്ന 2നെ 64 ആക്കണം. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആവും? ചിന്തിച്ച് നോക്കിയേ. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആവും? ഇതിനകത്ത് തന്നെയുണ്ട് ഉത്തരം. ഉണ്ടോ? ഈ കിടക്കുന്നതിനകത്ത് തന്നെ ഉത്തരം കിടപ്പുണ്ട്. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആവും? 36 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ ഉത്തരം വരും 1/2. എന്തോ എല്ലാം പറഞ്ഞു? 32. ശരിയാ, പറഞ്ഞ ശരിയാണ്. 32 ആണ് ഉത്തരം. നോക്കിയേ. 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 64 ആണോ നോക്കണം. ഉണ്ട്, ഇവിടെ വാല്യൂ കിടപ്പുണ്ട് 32. അപ്പോൾ 2നെ നമ്മൾ 32 ഗുണിച്ചു. 2 ഇൻറ്റു 32. അപ്പോൾ ഈ 32 ഇവിടെ ഗുണിച്ചാൽ ഇവിടെ ഗുണിക്കണം, മുകളിലും കൊണ്ട് ഗുണിക്കണം. 1 ഇൻറ്റു 32 കേട്ടോ. 1 ഇൻറ്റു 32 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 32. അപ്പോൾ അത് 64 ആയിട്ട് മാറി. പ്ലസ് അടുത്ത ആരുള്ളത് 1/4. ഈ 4നെ എനിക്ക് എത്ര ആക്കണം? 64 ആക്കണം. എന്നെ എടുക്കണം 4നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 64 ആവും? 16. അത് ഇതിൻ്റെ അത് കിടപ്പുണ്ട്. കണ്ടോ? എല്ലാം ഈ ക്വസ്റ്റിനകത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എന്നെ എടുക്കണം 1/4ന് 64 ആക്കാൻ 4 ഇൻറ്റു 16 ചെയ്യുക. അപ്പോൾ ഈ 16 ഇവിടെ ചെയ്തുകൊണ്ട് മുകളിലും അതേ ഓപ്പറേഷൻ ചെയ്യുക. 1 ഇൻറ്റു 16 ചെയ്യുക.
ഇനി അടുത്തതാരാണ് 1/8. 1/8 എനിക്ക് 8നെ 16 ആക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട്. 8 കൊണ്ട് തന്നെ ഗുണിക്കണം. 8 ഇൻറ്റു 8. അപ്പോൾ ഈ 8 ഇവിടെ മുകളിലോട്ട് ഗുണിക്കണം. ഇൻറ്റു 8. അടുത്തത് പ്ലസ് 16നെ എനിക്ക് 64 ആക്കണം. എന്നെ എടുക്കണം 16 64 എത്ര ഗുണിക്കണം? എത്ര കൊണ്ട് ഗുണിക്കണം? 16 ഇൻറ്റു 4. അപ്പം മുകളിലും ഇൻറ്റു 4. അടുത്ത ആരോ ഉള്ളത് പ്ലസ് 1/32നെ എനിക്ക് 64 ആക്കണം. എങ്ങനെ 64 ആക്കും? ഇൻറ്റു 2 ചെയ്യണം. P2 മുകളിലും ചെയ്യും. ഇൻറ്റു 2. ഇനിയും പ്ലസ് 1/64 വന്നു. ഇപ്പം നമുക്ക് ബേസ് സെയിം ആയി. ഇനി ബേസ് സെയിം ആയിട്ട് നോക്കി 1 ഇൻറ്റു 32 എത്രയാണ്? 1 ഇൻറ്റു 32 ഇസിക്കൽ ടു 32/64 പ്ലസ് 1 ഇൻറ്റു 16 എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ 64 പ്ലസ് 1 ഇൻറ്റു 8 8 ഡിവൈഡഡ് ബൈ 64 പ്ലസ് 1 ഇൻറ്റു 4 4 ഡിവൈഡഡ് ബൈ 64 പ്ലസ് 1 ഇൻറ്റു 2 2 ഡിവൈഡഡ് ബൈ 64 പ്ലസ് 1/64. ഇനി എന്നെ എടുക്കണം നോക്കിയേ, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയി. അപ്പോൾ എന്നെ എടുക്കണം ഡിനോമിനേറ്റർ അതേപടി എഴുതുക. ഡിനോമിനേറ്റർ മൊത്തം സെയിം ആണ്. അപ്പം 64 അതേപടി എഴുതുക. ബൈ മേളിൽ കിടക്കുന്നതിന് മൊത്തം കൂട്ടുക. 32ഉം 16ഉം 8ഉം 4ഉം 2ഉം ഒന്നും കൂടി കൂട്ടുക. എത്ര വരും? മൊത്തം എത്ര വരും? 32ഉം 16ഉം 8ഉം 4ഉം 2ഉം ഒന്നുകൂടി കൂട്ടി എത്ര വരും? 63. 63 വരും. അപ്പോൾ 63/64 ആണ് നമ്മുടെ ഉത്തരം. ഡി ഇവിടെ ഉണ്ടോ? കണ്ടോ കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായോ? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/2 1/4 1/8 1/16 1/32 1/64നെ നമ്മൾ ഏറ്റവും വലിയ വാല്യൂ ആയ 64നെ നമ്മൾ എന്നെ എടുത്തു ബാക്കിയുള്ള ഡിനോമിനേറ്റേഴ്സ് കൺവേർട്ട് ചെയ്യാൻ നോക്കി. ആ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്നെ എടുക്കും ഇതിനകത്ത് തന്നെയുള്ള വാല്യൂസിനായിട്ട് ഗുണിച്ചാൽ മതി. ഈ തന്ന വാല്യൂസ് തന്നെ കാണും, എവിടെയെങ്കിലും കാണും. ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ കാണും, അത് തന്നെ തപ്പിയെടുത്ത് ഗുണിക്കുക. അപ്പോൾ താഴെ ഡിനോമിനേറ്റേഴ്സ് അപ്പോൾ സെയിം ആയിട്ട് കിട്ടും. നമ്മൾ അഡീഷൻ റൂളിനകത്ത് പഠിച്ചിട്ടുണ്ട്, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നമ്മൾ എഴുതി 64. ന്യൂമറേറ്റർ വാല്യൂ എത്രയാണ്? 32ഉം 16ഉം 8ഉം 4ഉം 2 കൂടി കൂട്ടി 2 ഒന്നുകൂടി കൂട്ടി നമുക്ക് 61 കിട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 63/64 കിട്ടി. ക്ലിയർ ആയോ? ചെയ്ത് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ചെയ്ത് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ വേറെ രീതിക്ക് ചോദിക്കട്ടെ. ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യൻ ഇത് തന്നെ. ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഇതുണ്ട് ക്വസ്റ്റ്യൻ 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64. ഇതിൻ്റെ കൂട്ടത്തിൽ എന്ത് കൂട്ടിയാൽ 1 കിട്ടും? എന്താണ് ചോദിച്ചത്? ഇതിൻ്റെ കൂട്ടത്തിൽ ഏത് വാല്യൂ കൂട്ടിയാൽ 1 കിട്ടും എന്ന് നോക്കിക്കേ. ഇപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് വരെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ കാര്യം കൂടി ചെയ്ത് വെച്ചാൽ മതി. അത് ഈ ഓപ്ഷൻ്റെ അകത്തുണ്ട്. ചോദ്യം മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ചോദ്യം? ഇതാണ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64. ഈ വാല്യൂവിൻ്റെ കൂടെ, അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സംഖ്യയുടെ കൂട്ടണം. അത് ഏത് സംഖ്യ കൂട്ടിയാലാണ് നമുക്ക് ഇവിടെ ഈസിക്കൽ ടു 1 എന്ന് എഴുതാൻ പറ്റുന്നത്? മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 1/2 പ്ലസ് 1/3 പ്ലസ് 1 ഉത്തരം വന്നാണ് 1/64 ആണ് ഉത്തരം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1/64 കിട്ടിയ എല്ലാവർക്കും ചോദ്യം ഇതായിരുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് 1/32 പ്ലസ് 1/64. ഈ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ ഏത് സംഖ്യ കൂട്ടിയാൽ എൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ എത്ര കിട്ടണം? 1 കിട്ടണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്നെ എടുക്കണം? നമുക്ക് ഇതിൻ്റെ മൊത്തം വാല്യൂ കണ്ടുപിടിക്കണം. ആ മൊത്തം വാല്യൂ കണ്ടുപിടിക്കണം. എത്രയാണ് നമുക്ക് മുമ്പ് കിട്ടിയത്? കിട്ടിയ വാല്യൂ എത്രയാണ്? 63/64 നമുക്ക് കിട്ടി അല്ലേ? നമുക്ക് വേണ്ട എത്രയാണ്? 1 ആ വാല്യൂ വേണ്ടത്. അപ്പോൾ നമ്മൾ എന്നെ എടുക്കണം? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/64 കൂട്ടിയാൽ പോരെ? അപ്പോൾ എത്ര വരും? 63 ഒന്നും 64 ഡിവൈഡഡ് ബൈ 64 വരും. അപ്പോൾ നമ്മൾ ഉത്തരം എത്രയായിട്ട് മാറും? 1 ആയിട്ട് മാറും അല്ലേ? ഇനി നമ്പർ ഡിവൈഡ് ബൈ ദാറ്റ് നമ്പർ ഗിവ്സ് യു 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ 63/64 എന്ത് കൂട്ടണം? 1/64 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടും. ക്ലിയർ ആയോ? കോൺസെപ്റ്റ് ക്ലിയർ ആയോ? ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഏത് വാല്യൂ കൂട്ടിയാൽ 1 കിട്ടുമെന്ന് വേണമെങ്കിലും ചോദിക്കാം. കിട്ടിയോ?
ഒന്ന് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒന്ന് വരാനായിട്ട് എന്നാ ചെയ്യുന്നു മനസ്സിലായോ? നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചില്ല 61 64, അവിടെ വരെ നമ്മൾ ചെയ്യണം. അതുവരെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ എടുക്കേണ്ടത്? 64 ബൈ 64 ആകുമ്പോഴാണ് നമുക്ക് എത്ര വരുന്നത്? 1 വാല്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ എന്നാ എടുക്കണം? 63 1 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 64 കിട്ടും. ഡിനോമിനേറ്റർ ഇപ്പോൾ എത്ര വരണം? ഡിനോമിനേറ്റർ എത്ര വരണം? 64 വരണം. അപ്പോൾ നമ്മൾ എഴുതാൻ പറ്റും 1 ബൈ 64 63 ബൈ 64 കൂട്ടിയാൽ 64 ബൈ 64 കിട്ടും. അത് നമ്മുടെ വാല്യൂ 1 ആണ്. കിട്ടിയോ? കിട്ടിയോ? ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ. സംശയം ഉണ്ട് ചോദിക്കണേ. ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അത് ഓപ്ഷൻ്റെ അകത്തുള്ളതാണ് കേട്ടോ. 1 ബൈ 64 ഈ ഓപ്ഷൻ കിടക്കുന്നുണ്ട് 1 ബൈ 64. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്ത യാത്ര ഏതാണ്? കണ്ടുപിടിച്ചോ. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. 7:30 8:30 9:30 10:30 11:30 12:30 1 2:30 3:30 4:30 5:30 6:30 എന്നുവരെ പോവുക. അപ്പോൾ നമ്മൾ സമയം കണ്ടുപിടിക്കുക. നമുക്കൊരു സമയം തന്നിട്ടുണ്ട്, പുറപ്പെട്ട സമയം എത്തിച്ചേർന്ന സമയം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കണം പുറപ്പെട്ട സമയത്ത് നിന്ന് എത്തിച്ചേർന്ന സമയം എത്താനായിട്ട് എത്ര സമയം എടുത്ത് നോക്കി എഴുതി വെക്കുക. അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും വലിയ സമയം എടുത്ത് നമ്മൾ എഴുതിയാൽ മതി, ഉത്തരം കിട്ടും. എഴുതി നോക്കി. 7:30 AM പുറപ്പെട്ടു, 6:25 PM എത്തിച്ചേർന്നു. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ യാത്ര എടുത്തു? ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? കൂട്ടി നോക്കെ എത്ര കിട്ടുന്നുണ്ട്? കിട്ടുന്നുണ്ടോ? 7:30 8:30 1 മണിക്കൂർ, 8:30 9 2 മണിക്കൂർ. എങ്ങനെയാണ് കൂട്ടെ? 7:30 8:30 9:30 10:30 11:30 12:30 1:30 2:30 3:30 4:30 5:30. 5:30 ആകുമ്പോൾ എത്രയാണ്? 5:30 6:30 അല്ലേ? 6:30 ആകുമ്പം 11 മണിക്കൂറായി പോകും അല്ലേ? 6:30 കിട്ടും, നമുക്ക് 11 അവർ കിട്ടും. പക്ഷെ നമുക്ക് എത്രയാണ് വന്നത്? 6:25 ഉള്ളൂ. 6:30ക്ക് 5 മിനിറ്റ് കുറവാണ്. അപ്പം അതിന് എത്ര എടുക്കണം? 10 മണിക്കൂർ 55 മിനിറ്റ് അല്ലേ? അപ്പം ഇതിൻ്റെ യാത്ര എത്രയാണ്? 10 മണിക്കൂർ 55 മിനിറ്റ്. 10 മണിക്കൂർ ഇങ്ങനെയാണ് കിട്ടിയേ. 10 അവർ 55 മിനിറ്റ് ആദ്യത്തെ യാത്രയ്ക്ക്. ഇതാണ് കിട്ടിയത് എല്ലാവർക്കും. 10 മണിക്കൂർ 55 മിനിറ്റ് ആദ്യത്തെ കിട്ടിയോ? അങ്ങനെ എടുക്കുക. 11 മണിക്കൂറായി പോകുമ്പോൾ 6:30 ആയി പോകും. നമുക്ക് 6:30ക്ക് 5 മിനിറ്റ് കുറവാണ്. അപ്പം എന്നെ എടുക്കണം? 6:30 5 മിനിറ്റ് കുറച്ചാൽ പോരെ. അപ്പോൾ 6:25 വരുന്നത്. ഇപ്പം എത്ര വരും? 10 മണിക്കൂർ 55 മിനിറ്റും ചേർന്നാലാണ് 6:30 6:25 ഇനിയും 5:35 ആണെങ്കിലോ? കൂട്ടി നോക്കി. 6:35 7:35 8:35 9:35 10:35 11:35 12:35 1:35 2:35 3:35 4:35 5:35 6:35 7:35. 7:35 ആകുമ്പം 14 മണിക്കൂറായി പോകും അല്ലേ? 7:35 ആകുമ്പം 7:35 ആയിട്ട് മാറുമ്പം 14 മണിക്കൂറായിട്ട് പോകും. അപ്പം നമുക്ക് ഇവിടെ എത്രയേ ഉള്ളൂ? 7:25 ഉള്ളൂ. അപ്പം എത്ര മണിക്കൂറുണ്ട്? 14 മണിക്കൂറിൽ നിന്ന് 7:35 ആകുമ്പോൾ 14 മണിക്കൂറാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 10 മിനിറ്റ് കുറച്ചാൽ പോരെ. എത്ര വരും? 13 മണിക്കൂർ 50 മിനിറ്റ്. ഇതാണ് കിട്ടിയേ. 13 മണിക്കൂർ 50 മിനിറ്റ് കിട്ടിയായിരുന്നോ? 13 മണിക്കൂർ 50 മിനിറ്റ് 13 അവർ 50 മിനിറ്റ്. അടുത്ത അപ്പോൾ അതുപോലെ തന്നെ നോക്കി. 2:30 തൊട്ട് 2:35 PM വരെ. 2:30 2:30 AM തൊട്ട് 2:35 PM വരെ കേട്ടോ. ഇപ്പോൾ 2:30 3:30 4:30 5:30 6:30 7:30 8:30 9:30 10:30 11:30 12:30 1:30 2:30 2:30 വരെ ആകുമ്പോൾ 12 മണിക്കൂറാവും. പിന്നെ പോയിട്ട് 2:30 എത്ര കൂടി കൂടുതലുണ്ട്? 5 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ എത്ര ഉണ്ടായി? 12 മണിക്കൂറും 5 മിനിറ്റും. ഇതാണ് കിട്ടിയേ. 12 മണിക്കൂർ 5 മിനിറ്റാണ് കിട്ടിയേ. 12 മണിക്കൂർ 5 മിനിറ്റാണ് കിട്ടിയേ. 12 മണിക്കൂർ 5 മിനിറ്റ് അതാണ് കിട്ടിയേ. തെറ്റ് വരാണ് പറയണേ. ഇത് 13 മണിക്കൂർ 50 മിനിറ്റ്. ഓക്കെ, ഇത് എത്ര കിട്ടിയേ? 12 മണിക്കൂർ 5 മിനിറ്റാണ് ഇത് കിട്ടിയേ. മൂന്നാമത്തേത് സി കിട്ടിയത് അത് തന്നെയാണ് കിട്ടിയേ. 12 മണിക്കൂർ 5 മിനിറ്റ്. ഓക്കെ, അടുത്ത് നോക്കിയേ. 6:30 ഇറങ്ങി 7:55 ചെയ്യുന്നു. അപ്പോൾ എന്നെ എടുക്കണം? 6:30 7:30 8:30 9:30 10:30 11:30 12:30 1:30 2:30 3:30 4:30 5:30 6:30 7:30 എത്ര വന്നു? 13:30 അല്ലേ? 7:30 ആകുമ്പം 13 മണിക്കൂറായി അല്ലേ? 7:30 ആകുമ്പോൾ 13 മണിക്കൂറായി. ഇനി എത്ര ഉണ്ട്? 7:55 വരെ പോയി. അപ്പോൾ 13 മണിക്കൂർ കഴിഞ്ഞിട്ട് 55 എത്ര മിനിറ്റ് കൂടി പോയി? 13 20 13 50. അപ്പം 13 മണിക്കൂറും 25 മിനിറ്റും ആണോ? ശരിയാണോ? 13 മണിക്കൂർ 25 മിനിറ്റ് ശരിയാണോ? ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ എന്നാ കണ്ടുപിടിക്കുക? നമ്മളെല്ലാ സമയം കണ്ടുപിടിച്ചു. നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഇതിൽ ഏറ്റവും
സമയം എടുത്ത യാത്ര ഏതാണ്? 13 മണിക്കൂർ 25 ഉണ്ട്, 12 മണിക്കൂർ 5 മിനിറ്റ് ഉണ്ട്, 13 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്, 10 മണിക്കൂർ 55 മിനിറ്റ് ഉണ്ട്. ഏതാണ് കൂടുതൽ എടുത്തത്? ഓപ്ഷൻ ബി. കണ്ടോ, 13 മണിക്കൂർ 50 മിനിറ്റ് എടുത്ത യാത്രയാണ് കൂടുതൽ. കിട്ടിയോ? കണ്ടുപിടിക്കുന്ന രീതി മനസ്സിലായി. നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചുള്ളൂ, പുറകോട്ട് നമ്മൾ കൂട്ടാനുള്ളത് കൂട്ടി കുറയ്ക്കാനുള്ളത് കുറച്ചു. കിട്ടിയോ? ഇത് എളുപ്പമല്ലേ? ആദ്യത്തേത് 10 മണിക്കൂർ 55 മിനിറ്റ്, രണ്ടാമത്തേത് 13 മണിക്കൂർ 50 മിനിറ്റ്, മൂന്നാമത്തേത് 12 മണിക്കൂർ 5 മിനിറ്റ്, നാലാമത്തേത് 13 മണിക്കൂർ 25 മിനിറ്റ്. കൂടുതൽ യാത്രയുടെ സമയം ബി ആണ്. 13 മണിക്കൂർ 50 മിനിറ്റ് നമ്മൾ യാത്ര ചെയ്തു. അതാണ് നമ്മൾ കൂടുതലെടുത്ത സമയം. കിട്ടിയോ? ക്ലിയർ ആയോ? ജസ്റ്റ് കൂട്ടിയെടുത്താൽ മതി, വേറെ ചെയ്യാനായിട്ടൊന്നുമില്ല എൻ്റെ അകത്ത്. നമ്മൾ മുന്നോട്ടുള്ളത് മുന്നോട്ട് കൂട്ടുക, പുറകോട്ടുള്ളത് പുറകോട്ട് കൂട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ 210 കിട്ടും. അങ്ങനെയാണെങ്കിൽ 6 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടും? നമ്മളിത് ചെയ്തതാ. എന്താണ്, ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇത്? ഏത് പാർട്ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ, AS എന്ന സീക്വൻസ് എന്നുള്ള ചോദ്യമാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? നമുക്ക് 210 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 മുതൽ 25 വരെയുള്ള എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ എന്നാ കിട്ടുമെന്ന് നമുക്കറിയാം. SN ഇക്വേഷൻ നമ്മൾ പഠിച്ചതാ. SN ഇക്വേഷൻ ആണ് പറഞ്ഞേ. SN ഇക്വേഷൻ ആണ്. SN ഇക്വേഷൻ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. സം ഓഫ് നമ്പേഴ്സ് എത്രയാണ്? ഓക്കെ, സം ഓഫ് നമ്പർ ആരൊക്കെ ഉണ്ട്? ഫസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട്, ലാസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്നാ? ഇക്വേഷൻ എന്താണ്? SN ഈസ് ഈക്വൽ ടു n/2 into x1 plus xn. എഴുത്. n/2 ഇൻറ്റു, ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, പിടിക്കാണ് കേട്ടോ. n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, xn. ഇവിടെ നമുക്ക് ആരെയൊക്കെ അറിയാം? എന്നിനെ അറിയാവോ? പറഞ്ഞ എന്നിനെ അറിയാവോ? എന്നിനെ അറിയാവോ? എന്നിനെ അറിയാവോ? എന്നിനെ അറിയാവോ? ആലോചിച്ച് പറയണം, എന്നിനെ അറിയാവോ ഇല്ലയോ എന്ന്. എന്നിനെ അറിയാവോ? എന്നാരാണ്? എത്ര നമ്പർ ഉണ്ടെന്ന്? 6 തൊട്ട് 25 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിക്കുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ടോ? 6 തൊട്ട് 25 എത്ര നമ്പർ ഉണ്ടെന്ന് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. ഇപ്പൊ 1 തൊട്ട് 20 വരെയാണ് നമുക്ക് പറയാൻ പറ്റും, 20 നമ്പർ ഉള്ളതെന്ന് പറയാൻ പറ്റും. പക്ഷെ 6 തൊട്ട് 25 വരെയാണ് നമുക്ക് എത്ര നമ്പർ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പൊ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്നാ എടുക്കണം? n കണ്ടുപിടിക്കണം. അപ്പൊ n കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാ? കണ്ടോ, അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പൊ n ന്റെ ഫോർമുല എന്നാ പറഞ്ഞേ? n കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാ? ഇപ്പം n കണ്ടുപിടിക്കുന്ന ഫോർമുല x1 ഉം xn ഉണ്ടെങ്കിൽ n കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ഇത് നമ്മുടെ xn ആണ്, ഇത് നമ്മുടെ x1 ആണ്. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നായിരുന്നു? നമ്മൾ കോമൺ ഡിഫറൻസ് ഒക്കെ ഇട്ട് താഴോട്ടൊക്കെ മൾട്ടിപ്ലൈ ഇട്ട് ഒരു 1 ഒക്കെ കൂട്ടിയൊക്കെ എടുത്ത ഒരു ഫോർമുല ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താണ്? നോക്കിയേ, xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഓർക്കുന്നുണ്ടോ ഇക്വേഷൻ? xn മൈനസ് x1 ബൈ d പ്ലസ് 1 നമ്മൾ n കണ്ടുപിടിക്കാൻ ഫോർമുലയാണ്. എന്നാ ചെയ്യേണ്ടതിനെയും ഈ എന്നിനെ ഇവിടുന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം കിട്ടും. ഓക്കെ, എന്നിനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. xn ആരാണ്? ലാസ്റ്റ് ടൈം ആരാണ് ഇതിലെ? 25 മൈനസ് x1 എത്രയാണ്? ഫസ്റ്റ് ടൈം 6 ഡിവൈഡഡ് ബൈ d. കോമൺ ഡിഫറൻസ് എത്രയാണ് നോക്കിക്കേ? എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ എണ്ണൽ സംഖ്യയുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് കൂട്ടിപ്പോകുന്നത്? ആദ്യത്തെ നമ്പർ 10 കൂട്ടിയാലാണ് അടുത്ത നമ്പർ കിട്ടുന്നത്. 1 കൂട്ടിക്കൂട്ടിയല്ലേ പോകുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 പ്ലസ് 1 എന്നാ കണ്ടുപിടിക്കേണ്ടത്? 25 ന്ന് 6 പോയാൽ എത്രയാണ്? 25 ന്ന് 6 പോയാൽ 19 അല്ലേ? 19 പ്ലസ് 1 എത്ര വരും? എന്നിന്റെ വാല്യൂ 20. എന്നിന്റെ വാല്യൂ 20 എന്ന് പറഞ്ഞു കിട്ടും. എന്നിന്റെ വാല്യൂ 20 കിട്ടി. ഇനി എടുക്കണം ഈ 20 നമ്മൾ ഈ എന്നിന്റെ സ്ഥാനത്ത് കൊണ്ടിടണം. അപ്പോൾ എന്നാ വരും? 20/2 ഇൻറ്റു x1 ആരാണ്? 6 പ്ലസ് xn എത്രയാണ്? 25. കണ്ടുപിടി. 20/2 എത്രയാ? വെട്ടിക്കള. 10 ഇൻറ്റു 25 ഇൻറ്റു 6. 25 ഇൻറ്റു 6 എത്രയാണ്? സോറി, 25 പ്ലസ് 6 എത്രയാണ്? 25 31. ഇനി 31 ഇൻറ്റു 10 എത്രയാണ്? 310. കണ്ടോ കണ്ടുപിടിക്കുന്ന രീതി? രീതി മനസ്സിലായോ? ഈ 2 ഫോർമുല, 2 അല്ല 3-4 ഫോർമുല പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ nth ടൈം കണ്ടുപിടിക്കുന്നത്. nth ടൈമിന്റെ ഫോർമുല എന്നായിരുന്നു? ഒരു അരിച്ചോടി സീക്വൻസിലെ nth ടൈമിന്റെ ഫോർമുല, nth ടൈം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നായിരുന്നു? അരിച്ചോടി സീക്വൻസിലെ പെട്ടെന്ന് പറ. എന്നാണ്? ഓർക്കുന്നുണ്ടോ? xn minus x1
divided by d plus 1. അത് സമ്മതിച്ചു. ഇനി ഞാൻ ചോദിക്കുകയാണ് nth നമ്പർ ഇപ്പം ആ n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണെങ്കിലോ, ഇപ്പം ഞാൻ പറയാണ് ഒരു സീക്വൻസിലെ a plus n minus 1 into d. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. a plus n minus 1 into d കേട്ടോ. അപ്പോൾ a നമുക്ക് ഫസ്റ്റ് ടേം, അതായത് nth ടൈം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്നാണ് a plus n minus 1 into d. ഒന്നും മറന്നുപോയില്ല കേട്ടോ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന n minus 1 into d. a plus n minus 1 into d nth ടൈം ആണെങ്കിൽ. ഇനി സം ആണെങ്കിൽ sn is equal to n/2 into x1 plus xn. ഇതാണ് സം കണ്ടുപിടിക്കുന്ന ഫോർമുല. ഇതിൻ്റെ അകത്തൊന്നും n തന്നിട്ടില്ലെങ്കിൽ n എടുക്കണം. n is equal to xn minus x1 by d plus 1. ഈ n-നെ ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ഈ n-ൽ കൊണ്ടിടാനായിട്ട് കേട്ടോ. ഒന്നും മറന്നു പോകരുത്, തിരിച്ച് എല്ലാം ചോദിക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ ആണ്. 7.345 ഡിവൈഡഡ് ബൈ 0.07345. നിങ്ങൾ തന്നെ ചെയ്തു നോക്കി. നിങ്ങൾക്ക് വരുന്ന ഉത്തരങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ഓപ്ഷൻ ഇല്ലാത്ത ഉത്തരവാണെങ്കിലും വരാം, നിങ്ങൾ കമൻറ്റ് ചെയ്തു. തന്നെ ചെയ്തു നോക്കി. തെറ്റുവാണ് തെറ്റട്ടെ, അപ്പോൾ തെറ്റ് മനസ്സിലാവുമല്ലോ. നമ്മൾ ഇത്രയും മോഡൽ ചെയ്തിട്ടുള്ളതാണ്. ചെയ്ത് നോക്കി എന്താണ് ചോദിക്കുന്നത്. 7.345-നെ 0.07345 കൊണ്ട് ഹരിക്കണം. ഒന്ന് ഹരിച്ചു നോക്കി. ഡെസിമലാണ് ഹരിക്കേണ്ടത്. പിന്നെ എടുക്കണം ഡെസിമൽ അവിടുന്ന് മാറ്റാനൊക്കെ നോക്കണം. മാറ്റാൻ എത്ര പൂജ്യം താഴെ കൊടുക്കുമെന്ന് നോക്കണം. ആ പൂജ്യം തന്നെ മുകളിലും കൊണ്ട് ആഡ് ചെയ്യണം. ഇതൊക്കെ ക്ലൂസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്ത് നോക്കി ഒരു ഉത്തരം കമൻറ്റ് ചെയ്തേ. ഓപ്ഷൻ ഇല്ലാത്ത ഉത്തരവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പോരട്ടെ. എന്നാ വരുമെന്നറിയാലോ. ഉത്തരം വന്നു. പിന്നെ വേറെ ഉത്തരങ്ങളുണ്ടോ? വേറെ ആൻസേഴ്സ് 100 പിന്നെയും വന്നിട്ടുണ്ട്. പിന്നെയോ വേറെ ഉത്തരങ്ങളുണ്ടോ? ഇനി ആൻസേഴ്സ് ബാക്കി അറിയാൻ വേണ്ടിയിട്ടാണോ അതോ ചെയ്യുന്ന പാടാണോ? അത് നിങ്ങളുടെ പ്രശ്നം എന്നാ പറഞ്ഞേ. നിങ്ങൾക്ക് എന്നാ പ്രശ്നം? കിട്ടാത്തതിൻ്റെ കാര്യം എന്നാ? ഒരാൾ പറ, കിട്ടാത്തായാലും ഒരാൾ പറ, അല്ല കമൻറ്റ് ചെയ്താലും മതി. എന്നാ പ്രശ്നം പറഞ്ഞേ. പ്രശ്നമില്ലേ? 100 ഉത്തരം വരുന്നുണ്ട്. ബാക്കിയുള്ളവരോ? കിട്ടാത്ത തന്നെ പ്രശ്നം. 100 വരുന്നുണ്ട്. താമസമാണ് ചെയ്തു തരാൻ, കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്താൽ മതി. 100 തന്നെ വരുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ ചെയ്ത് കാണിച്ചു തരാം. നോക്കി, കിട്ടാത്തവർ നോക്കി. നമുക്ക് എന്നാ തന്നിരിക്കുന്നത് 7.345 ഡിവൈഡഡ് ബൈ 0.07345 ഇതുകൊണ്ട് ഹരിക്കണം അല്ലേ? നമുക്കറിയാം ഡെസിമലാണ്, ഹരണം പാടാണ്. അപ്പോൾ നമ്മൾ എന്നാ എടുക്കണം? താഴെ കിടക്കുന്ന എന്നാ ചെയ്യണമെങ്കിൽ ഒരു ഡിവിഷൻ കണ്ടാൽ, അതായത് ഒരു ഫ്രാക്ഷൻ കണ്ടാൽ നിങ്ങൾ താഴെ കിടക്കുന്നതിനെ മാത്രം ഓപ്പറേഷൻ നടത്താൻ പോകുള്ളൂ. മേളിൽ കിടക്കുന്നതിന് ഓപ്പറേഷൻ നടത്താൻ യാതൊരു കാര്യമില്ല. കാരണം ഡിനോമിനേറ്റർ തന്നെ മാറി കിട്ടിയാൽ നമുക്ക് കുറേ എളുപ്പമാവും. നമ്മൾ മുമ്പ് കഴിഞ്ഞ പ്രവർത്തനമെല്ലാം ചെയ്യുന്ന അങ്ങനെയല്ലേ? ഡിനോമിനേറ്റർ എങ്ങനെയാലും എളുപ്പമുള്ള ഒരു സംഖ്യയിലോട്ട് മാറ്റാൻ നോക്കും, എന്നിട്ട് ന്യൂമിനേറ്റർ തമ്മിൽ കൂട്ടിയെടുക്കും. ആ മെത്തേഡ് തന്നെ ഇവിടെ നോക്കുന്നത്. ഇങ്ങനൊരു ഡിവിഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടതാണ്, ഡിനോമിനേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ നമ്മൾ നോക്കുക. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് എണ്ണിക്ക് എവിടെ നിന്ന് എണ്ണേണ്ടത്? ഡിനോമിനേറ്റർ ഡെസിമൽ പ്ലേസ് എവിടെ നിന്ന് എണ്ണേണ്ടത്? ഇവിടെ നിന്ന് എണ്ണം. 1, 10 ഇങ്ങനെ എണ്ണണം. 1, 10, 100, 1000, 10000, ലക്ഷം അല്ലേ? എത്രയുണ്ട്? അപ്പം എത്ര പൂജ്യം ഉണ്ട്? എത്രയുണ്ട്? എത്ര ഡെസിമൽ പ്ലേസ് എത്രയാണ്? ലക്ഷം നമ്മൾ കണ്ടുപിടിച്ചു. എവിടെ നിന്ന് എണ്ണേണ്ടത്? പൂജ്യത്തിൽ പോയിന്റ് എണ്ണണമെന്ന് ഞാൻ പറഞ്ഞു, ഇന്നാളെ നമ്മൾ പഠിപ്പിച്ചാണ്. ഇനി മനസ്സിലാത്തൊരു ശ്രദ്ധിച്ചോ, ഡെസിമൽ ആണെങ്കിൽ നമ്മൾ എണ്ണേണ്ടത് ഫ്രണ്ടിൽ നിന്നാണ്. പക്ഷേ മറ്റേ നമ്പറാണെങ്കിൽ നമ്മൾ പുറയിൽ നിന്ന് എണ്ണണം. നോർമൽ നമ്പറാണ് നമ്മൾ പുറയിൽ നിന്ന് എണ്ണണം അല്ലേ? ഇപ്പം 7, 3, 4, 5 എന്നൊരു നമ്പറാണ് നമ്മൾ എവിടെ നിന്ന് എണ്ണുന്നത്? പുറയിൽ നിന്ന് തന്നെ വരുന്നത്. 1, 10, 100, 1000 എന്ന് പറഞ്ഞു. പക്ഷേ ഡെസിമൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എണ്ണാവുള്ളൂ? പോയിന്റ് കൂട്ടി 1, 10 എണ്ണണം. ഉണ്ടോ? ഇത് നമ്മുടെ പോയിന്റ്. ഈ പോയിന്റിനെ നമ്മൾ കൂട്ടി, ഇത് നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്ത്, ഇത് 10ന്റെ സ്ഥാനത്ത്, ഇത് 100ന്റെ സ്ഥാനത്ത്, ഇത് 1000ന്റെ സ്ഥാനത്ത്, ഇത് 10000ന്റെ സ്ഥാനത്ത്, ഇത് ലക്ഷത്തിന്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിനെ 1,00,000 കൊണ്ട് ഗുണിച്ചാൽ ഈ നമ്പർ പോസിറ്റീവായിട്ട് മാറും അല്ലേ? അതിലതിൻ്റെ അർത്ഥം ഇതിനെ നമ്മൾ 1,00,000 കൊണ്ട് ഗുണിക്കുകയാണ്. ഇൻറ്റു 1,00,000 ചെയ്യുവാണ്. 1, 10, 100, 1000, 10000, ലക്ഷം അല്ലേ?
ഇതിന് 1 ലക്ഷം ഗുണിച്ചാൽ തന്നെ പറ്റും, ഈ നമ്പർ പോസിറ്റീവ് ആവും അല്ലേ, ഈ നമ്പർ പോസിറ്റീവ് ആയി. ഇനിയും നമ്മൾ പറഞ്ഞു താഴെ ഒരു നമ്പറിനെ ഗുണിച്ചാൽ അതേ നമ്പർ തന്നെ മുകളിൽ ഗുണിക്കണം. അപ്പോൾ എന്നെ വരും, മുകളിലും 1 ലക്ഷം തന്നെ എടുക്കുക. 8, 10, 100, 1000, 10,000, ലക്ഷം അല്ലേ. ഇനി എന്നാ എടുക്കേണ്ടത്, താഴത്തെ നമ്പർ നമ്മൾ പറഞ്ഞു പോസിറ്റീവായിട്ട് മാറും. എങ്ങനെ വരും, 7, 3, 4, 5 എന്നായിട്ട് മാറും. അങ്ങനെ ഇത് വെച്ച് ഗുണിച്ചപ്പോൾ. ഇനി മേളിലുള്ള നമ്പർ എങ്ങനെ വരും നോക്കിക്കേ. ഇവിടെ നമ്മൾ എത്ര ഡെസിമൽ പ്ലേസ് മുന്നോട്ട് പോസിറ്റീവ് ഉണ്ടെന്നു, 1, 2, 3 നോക്കിക്കേ, 1, 2, 3, 4, 5, 6 നമ്പർ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ തന്നെ എടുക്കേണ്ടത് ഇവിടുന്ന് 6 നമ്പർ നമ്മൾ മാറ്റണം. ഇത് 1-ാം സ്ഥാനത്ത്, ഇത് 2-ന്റെ സ്ഥാനത്ത്, ഇത് 3-ന്റെ സ്ഥാനത്ത്, ഇത് 4-ന്റെ സ്ഥാനത്ത്. ഇനി 5ഉം 6ഉം നമ്മൾ എന്നായിട്ട് കൊടുത്താൽ മതി, 0, 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്നെ വരും 7, 3, 4, 5, 0, 0. കണ്ടോ, മനസ്സിലായി എന്നാ ചെയ്തതെന്ന്. അപ്പോൾ മനസ്സിലായി എന്നാ ചെയ്തെന്ന് മനസ്സിലായി. ഈ ഡെസിമൽ ഇവിടെ നിന്ന് മാറി. എങ്ങനെ മാറിയത്, നമ്മൾ 1 ലക്ഷം കൊണ്ട് ഗുണിച്ചു. 1 ലക്ഷം ഗുണിച്ചു എത്ര പ്ലേസ് മാറും, ഇവിടെ 4 പ്ലേസ് മാറും. പിന്നെ പോയിട്ട് 2 പ്ലേസ് കൂടി മാറാണ്ട് ആ 2 പ്ലേസ് നമ്മൾ 0, 0 ആഡ് ചെയ്തത്. ഇനി നമ്മൾ എന്നെ എടുക്കണം, തമ്മിൽ വെട്ടിക്കളഞ്ഞാൽ മതി. കണ്ടോ, 7, 3, 4, 5, 7, 3, 4, 5. ഇവിടെ ഉത്തരം എത്ര വരും, 1 വരും. 1ന്റെ അപ്പുറം 2, 0. ഉത്തരം എത്രയാണ്, 100. ഉണ്ടോ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. കിട്ടിയോ, ചെയ്യേണ്ട രീതി മനസ്സിലായോ, ചെയ്യേണ്ട രീതി മനസ്സിലായോ, രീതി മനസ്സിലായോ ചെയ്യേണ്ട എങ്ങനെയാന്ന്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് തരാവേ. 6.245 ഡിവൈഡഡ് ബൈ 0.6245 ചെയ്ത് നോക്കി. 6.245 ഡിവൈഡ് ബൈ 0.6245. ഈ മെത്തേഡ് തന്നെ ഇവിടെ 1 lakh ഒന്നും അല്ല ഗുണിക്കേണ്ട കേട്ടോ. ഇവിടെ താഴത്തെ പ്ലേസ് വാല്യൂ എത്ര ഉണ്ടെന്ന് ഒന്ന് നോക്കുക, അവനെ ഇട്ട് ഗുണിക്കുക. ആ നമ്പർ തന്നെ മുകളിലിട്ട് ഗുണിക്കുക. എന്നിട്ട് പോസിറ്റീവ് നമ്പറിലോട്ട് സൈഡ് മാറ്റുക, വരാത്തതിന് 0 ഇട്ട് കൊടുക്കുക. കൊടുത്തു നോക്കി എത്ര വരും, 6.245 ഡിവൈഡ് ബൈ 0.6245. പത്തൊരു ഉത്തരം വന്നു. 10 വരുന്നുണ്ട്. 10 വരുന്നുണ്ട് എല്ലാവർക്കും. 10 വരുന്നുണ്ടോ? എല്ലാവർക്കും 10 വരുന്നുണ്ട്. ശരിയാണ്. കിട്ടാത്ത ആയാലും ഉണ്ടോ, കിട്ടാത്ത ആയാലും ഉണ്ടോ, ചെയ്യാത്ത ആയാലും ഉണ്ടോ ഇതിനകത്ത്? എല്ലാവർക്കും വരുന്നുണ്ട് 10. കിട്ടാത്ത ആയാലും ഉണ്ടോ, ഉണ്ടെങ്കിൽ പറ, ചെയ്ത് കാണിക്കാം. കിട്ടാത്തതുണ്ടോ ആയാലും? ആയാലും ഉണ്ടേ പറഞ്ഞേ. ഉണ്ടോ ആയാലും കിട്ടാത്തതുണ്ടോ? എന്നാ ചെയ്യേണ്ടത്, ഇതിനെ ഇൻറ്റു എത്ര ചെയ്യണം, എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കണം. ആരെ കൂട്ടണം, പോയിന്റ് അടക്കം കൂട്ടണം. 1, 10, 100, 1000, 10,000 എന്നാ വരും, 10,000 കൊണ്ട് താഴെ ഗുണിക്കണം. 10,000, 10, 100, 1000, 10,000, 10, 100, 1000, 10,000. ഈ 10,000 കൊണ്ട് തന്നെ മുകളിൽ ഗുണിക്കണം. 1, 10, 100, 1000, 10,000. 10,000 ഇട്ട് ഗുണിച്ചു. അപ്പോൾ എന്നെ വരും, താഴത്തെ നമ്പർ പോസിറ്റീവായിട്ട് മാറും. 6245 ആയിട്ട് മാറും താഴത്തെ നമ്പർ. മുകളിലത്തെ നമ്പറോ നോക്കിയേ, എത്ര നമ്പർ മാറും, ഇവിടുന്ന് 2, 4, 5 നമ്പർ മാറും. അപ്പോൾ ഇവിടെ എത്ര നമ്പർ ഉണ്ട്, 1, 2, 3, 4 നമ്പർ മാറാവുള്ളൂ. ഒരു നമ്പർ അങ്ങനെ എടുക്കണം, 0 എടുത്താൽ മതി. അപ്പോൾ എന്നെ വരും 6, 2, 4, 5, 0 എന്ന് പറഞ്ഞു വരും. എന്നെ എടുക്കണം, വെട്ടിക്കള. 65, 62, 40-നകത്ത് 45-നകത്ത് 62, 45 വെട്ടിപ്പോയി. പിന്നെ പോയിട്ടൊരു 1 വന്നു. പിന്നെ 2, 1, 0 വെച്ചുള്ളൂ. നമ്മുടെ ഉത്തരം 10. കിട്ടിയോ, ഈ കോൺസെപ്റ്റ് കിട്ടിയോ? എളുപ്പമല്ലേ കോൺസെപ്റ്റ് കിട്ടി? ഇത്ര വേറെ വേണോ, ഇത്ര വേറെ ക്വസ്റ്റ്യൻ വേണോ? വേണോ ഇട്ട് തരാം. വേണോ ചെയ്ത് പഠിക്കാൻ വേണോ ഇത്ര വേറെ ക്വസ്റ്റ്യൻ? ഇത്ര വേറെ ക്വസ്റ്റ്യൻ ഇട്ട് പഠിക്കാൻ വേണോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. വേണ്ട, ഓക്കെ. എന്നാൽ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ, താഴെ തന്നിരിക്കുന്നതിൽ ഫിബൊനാച്ചി ശ്രേണി ഏതാണ്? ഫിബൊനാച്ചി ശ്രേണി എന്ന് വെച്ചാൽ നമ്മുടെ ഫിബൊനാച്ചി എന്ന് പറഞ്ഞാൽ ആൾ കണ്ടുപിടിച്ചാണ്. ആ ശ്രേണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത് കിടക്കുന്ന നമ്പറിനെ രണ്ടാമത് കിടക്കുന്ന നമ്പറുമായിട്ട് കൂട്ടി കിട്ടുന്നതായിരിക്കും അടുത്ത നമ്പർ കിട്ടുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമത് കിടക്കുന്ന നമ്പറിനെ രണ്ടാമത് കിടക്കുന്ന നമ്പറിനെ കൂട്ടി കിട്ടുന്നതായിരിക്കും അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. നോക്കിയേ, ഇവിടെ നോക്കിയേ, ഒന്നാമത് കിടക്കുന്ന നമ്പർ ഇപ്പം ഞാനൊരു സീക്വൻസ് പറയും. ഇപ്പം 3 ഉണ്ട്, ഇവിടെ എനിക്കൊരു 5 ഉണ്ട്. 2 നമ്പർ ആദ്യം തരണമല്ലോ, 3ഉം 5ഉം. അപ്പോൾ അടുത്ത നമ്പർ ആരാ വരേണ്ടത്, 8 ആയിരിക്കും വരുന്നത്. അതായത് 3ഉം 5ഉം കൂടി കൂട്ടിയാൽ 8 വരണം. അടുത്ത ആരാ വരേണ്ടത്, 5ഉം 8 കൂടി കൂട്ടണം. 5ഉം 8 കൂടി എത്ര വരും, 13 വരും. അടുത്ത നമ്പർ എത്രയായിരിക്കും, 13ഉം 8 കൂടി കൂട്ടണം. 13 എത്ര, 21 വരും. കേട്ടോ, ഇങ്ങനെ പോകണം. അടുത്ത നമ്പർ ഏതാണ്, 21 13 കൂട്ടണം. 21 10 31 3 34 വരും ഇവിടെ. കണ്ടോ, ഇങ്ങനെ പോകുന്നതാണ് ഫിബൊനാച്ചി ശ്രേണി എന്ന് പറയുന്നത്. ഈ ഫിബൊനാച്ചി ശ്രേണി വെച്ചാണ് നമ്മുടെ ഗോൾഡാനുപാതം അല്ലെങ്കിൽ ഗോൾഡൻ റേഷ്യോ എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതായത് നമ്മുടെ ഒരു പിക്ചർ വരയ്ക്കുന്നവര്
നമ്മുടെ നമ്മുടെ ആനിമേഷൻ ചെയ്യുന്നവർ ഒരു പൂ വിടരുന്നത് ഇതെല്ലാം ഗോൾഡൻ റേഷ്യോയിലാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതിക്ക് ഭംഗിയുള്ള ഒരു സാധനം നമ്മൾ വരണമെങ്കിൽ അതിന് നമ്മൾ ഗോൾഡൻ റേഷ്യോയിലായിരിക്കണം പറയും. അതായത് നമ്മുടെ സർവാനുതാപ ബന്ധം എന്ന് പറയും. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ അതാ പറയുന്നത്. അപ്പോൾ അതിന് പറയുന്ന ഇതാണ്, നമ്മളൊരു പൂ വിടരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക അകത്ത് ഒരു ഇതളായിരിക്കും, അതിൻ്റെ പുറകെ 2 ഇതള് കാണും, പിന്നെ ഒരു 3 ഇതള് കാണും, പിന്നെ ഒരു 5 ഇതള് കാണും, പിന്നെ ഒരു 8 ഇതള് കാണും, പിന്നെ 13 ആയിരിക്കും, പിന്നെ 21 ആയിരിക്കും. ഈ ശ്രേണി അനുസരിച്ച് പോകുന്നതാണ് ഫിബൊനാച്ചി ശ്രേണി എന്ന് പറയുന്നത്. ഈ ഒരു ശ്രേണി നമ്മളൊരു സാധനം പണിത് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം നമ്മൾ ആർട്ട് ചെയ്യുന്നവർ കലാകാരന്മാർ ഈ ഒരു ശ്രേണി എപ്പോഴും ചെയ്തു തരുന്നത്. അവർ അറിയത്തില്ല അവരതാ ചെയ്യുന്നുണ്ട്, പക്ഷെ അതനുസരിച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ കണ്ണിന് കാണുന്നവർക്കൊരു കാഴ്ച ഭംഗി കാണത്തുള്ളൂ. പൂവിൽ, ഇലയിൽ, മരത്തടിയിൽ ഇതിലെല്ലാം ഉള്ളതാണ് എന്ത് ഫിബൊനാച്ചി ശ്രേണി എന്ന് പറയുന്നത്. അത് ഗോൾഡൻ റേഷ്യോ വെച്ചാണ് എല്ലാ സാധനവും നമ്മൾ മേഡപ്പ് ചെയ്യുന്നത്. നമ്മളൊരു പിക്ചർ തന്നെ ആയിക്കോട്ടെ, ഒരു പിക്ചർ നമ്മൾ കാണുമ്പോൾ ആ പിക്ചറിൻ്റെ എത്ര വിഡ്ത്ത് വേണം, എത്ര ലെന്ത് വേണം, അതിൻ്റെ സൈഡിലുള്ള പിക്സൽ എത്ര, ഇതെല്ലാം ഒരു ഗോൾഡൻ റേഷ്യോയിൽ വന്നെങ്കിൽ മാത്രമേ ആ പിക്ചറിന് ഒരു ശരിക്കും ഭംഗി കാണത്തുള്ളൂ, ശരിക്കുള്ള ഭംഗി കാണത്തുള്ളൂ. അല്ലെങ്കിൽ വീതി കൂടിയും നീളം കുറഞ്ഞും ഒക്കെ പിക്ചർ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭംഗിയാണോ കാണാൻ? അവിടെ ഗോൾഡൻ റേഷ്യോ നടക്കുന്നില്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക, ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഫിബൊനാച്ചി ശ്രേണി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. അടുത്തടുത്ത 2 നമ്പർ തമ്മിൽ കൂട്ടി കിട്ടുന്നതായിരിക്കും തൊട്ടപ്പുറം കിട്ടുന്ന നമ്പർ. ഇതിലിപ്പോൾ ഏതാണ് ശ്രേണി വരേണ്ടത് നോക്കി. 1 + 1 2 ആണ്, 2 + 1 3 ആണ്, 3 + 2 5 ആണ്, 5 + 3 8 ആണ്, 8 + 3 13 ആണ്, 11 + 8 21 ആണ്. ഇതാണ് അപ്പോൾ ഫിബൊനാച്ചി സീരീസ്. ബാക്കിയൊന്നും ഫിബൊനാച്ചി സീരീസ് അല്ല. എങ്ങനെ ഫിബൊനാച്ചി സീരീസ് കണ്ടുപിടിക്കുന്നത്? 2 നമ്പർ തരും, ആ 2 നമ്പർ കൂട്ടി കിട്ടുന്നതായിരിക്കും അടുത്തടുത്ത നമ്പർ. ഉണ്ടോ 1 + 1 2, ഇനി 2 + 3, ഇനി ഈ 3 അങ്ങനെ കിട്ടും, 2 1 കൂട്ടണം, 3 കിട്ടി. ഇനി എന്നെ എടുക്കണം, 3 2 കൂട്ടിയാൽ 5 കിട്ടും, 5 3 കൂട്ടിയാൽ 8 കിട്ടും, 8 5 കൂട്ടിയാൽ 13 കിട്ടും, 13 8 കൂട്ടി 21 കിട്ടും. അങ്ങനെ ഇനി അടുത്ത നമ്പർ ഏതാ? 21 13 കൂട്ടണം, ഇത്ര 21 10 31 3 34 വരും. ഉണ്ടോ ഇങ്ങനെ കൂട്ടി പോകും. ഇങ്ങനെ പോവാണെങ്കിൽ ഇതിന് പറയുന്നതാണ് ഫിബൊനാച്ചി ശ്രേണി. ഇതൊന്നും ഫിബൊനാച്ചി ശ്രേണി അല്ല കേട്ടോ. ഇത് അതിൻ്റെ ശ്രേണി ഒന്ന് പറഞ്ഞേ. ഈ കിടക്കുന്ന ഏത് ശ്രേണിയാണ്? 1 4 9 16 25 36 49 ഏത് ശ്രേണിയാണ് ഒന്ന് പറഞ്ഞേ. ഇത് ഏത് ശ്രേണിയാ? പറഞ്ഞേ. എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ ഈ സാധനം? 1 4 9 16 25 36 49 ഏത് ശ്രേണിയാ? 1 4 9 എന്തോ സ്ക്വയർ ആണ്. ആ 1 സ്ക്വയർ, ന്റെ സ്ക്വയർ 1 സ്ക്വയർ 2 സ്ക്വയർ 5 സ്ക്വയർ 6 7. ആ ശരിയാ കേട്ടോ, ആ പറഞ്ഞ ശരിയാണ്. അപ്പോൾ 64 ആണ് അടുത്ത വരേണ്ടത് കേട്ടോ. 8 സ്ക്വയർ 64 വരണം കേട്ടോ. നമ്മൾ പറഞ്ഞാൽ 1 തൊട്ട് 10 വരെയുള്ളതിൻ്റെ സ്ക്വയർ പഠിക്കണമെന്ന്. ഇത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കും കേട്ടോ. സോറി, 1 തൊട്ട് 10 വരെയുള്ളതിൻ്റെ സ്ക്വയർ പഠിക്കണം കേട്ടോ, കാണാൻ പഠിക്കണം. 1 തൊട്ട് 10 വരെ സ്ക്വയർ പഠിക്കണം. പെർഫെക്റ്റ് നമ്പർ എന്നാന്ന് പഠിക്കണം. പെർഫെക്റ്റ് നമ്പർ എന്നായിരുന്നു? പെർഫെക്റ്റ് നമ്പർ എന്നായിരുന്നു? പെർഫെക്റ്റ് നമ്പർ അഖണ്യ സംഖ്യ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. എന്നാ അഖണ്യ സംഖ്യ? അഖണ്യ സംഖ്യയുടെ പ്രത്യേകത എന്നാ? അഖണ്യ സംഖ്യയുടെ പ്രത്യേകത എന്നാ പറ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. എന്താണ് മറന്നുപോയോ? ആ സംഖ്യയുടെ ഘടകങ്ങൾ കൂട്ടി കിട്ടിയാൽ ആ സംഖ്യ തന്നെ വരുന്നത്. അത് തന്നെയാണ് പെർഫെക്റ്റ് നമ്പർ കേട്ടോ. അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ കൂട്ടി കിട്ടിയാൽ ആ സംഖ്യനെ വരുവാണ്, അതിന് പറയുന്നവരാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് കേട്ടോ. ഇനി പ്രൈം നമ്പർ എന്നായിരുന്നു? ഡെല്ലി നമ്പേഴ്സ് എല്ലാം കാണാൻ പഠിക്കണ്ട. പ്രൈം നമ്പേഴ്സ് എന്നായിരുന്നു? പ്രൈം നമ്പർ പഠിച്ചോ? 1 തൊട്ട് 100 വരെ പഠിച്ചോ? അറിയില്ലോ. സമയം കിട്ടുന്നതനുസരിച്ച് പഠിക്കണേ, പരീക്ഷയ്ക്ക് മുമ്പിലും പഠിച്ചു തീർക്കണേ കേട്ടോ. പ്രൈം നമ്പർ അങ്ങനെയാണ് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. പ്രൈം നമ്പർ എന്നാണ്? 1ഉം അതേ നമ്പറും അതിൻ്റെ ഘടകമായിട്ട് വരുവാണെങ്കിൽ അത്തരം നമ്പേഴ്സ് എന്ന് പറയുന്നവരാണ് പ്രൈം നമ്പർ. അങ്ങനെയാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാ? അതുകൂടി പഠിച്ചോ. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്നാണ്? COM PO SIT കോമ്പോസിറ്റ് നമ്പേഴ്സ് വെച്ച് ഒന്നുമില്ല. പ്രൈം നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള നമ്പേഴ്സ്, അതായത് 1ഉം അതേ നമ്പറും വേറെ ഘടകങ്ങളും വരുവാണെങ്കിൽ ആ നമ്പേഴ്സ് പറയുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതായത് 4 6 8 അങ്ങനെ. അതായത് പ്രൈം നമ്പേഴ്സ് വെച്ച് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം പറയുന്നതാണ് കോമ്പോസിറ്റ് നമ്പേഴ്സ് കേട്ടോ. ഓക്കെ, അടുത്തത് ചെയ്തു. താഴെ തന്നിരിക്കുന്നതിൽ 3 ശിഷ്ടമായി വരാത്ത ക്രിയ ചെയ്ത് നോക്കി. പെട്ടെന്ന് ചെയ്ത് നോക്കൂ. 3 ശിഷ്ടമായി വരാത്ത ക്രിയ ചെയ്ത്. താഴെ തന്നിരിക്കുന്നതിൽ 3 ശിഷ്ടമായി വരാത്ത ക്രിയ ചെയ്ത് 608 / 5 നോക്കുക, 763 / 8 നോക്കുക, 561 / 9 നോക്കുക, 677 / 7 നോക്കുക. ചെയ്തു നോക്കി. പെട്ടെന്ന് ചെയ്യണേ. ഇഷ്ടമായി വരാത്തത് കേട്ടോ, ഇഷ്ടമായി വരുന്നതല്ല. ഇഷ്ടമായി വരാത്ത ക്രിയ വേണ്ടത്.
എ വരുന്നുണ്ടോ? എ 3 വരുന്നുണ്ടോ? ഇഷ്ടം പറഞ്ഞേ, എ വരുന്നുണ്ടോ? 602/5 വരുന്നുണ്ടോ? ആ ഓക്കെ, അടുത്ത് നോക്കിയേ. ഡിവിഷൻ ചെയ്യാൻ എളുപ്പമായിട്ടാണ് വിട്ടു തരുന്നത് കേട്ടോ, ചെയ്ത് പഠിക്കണം. ഡി വരുന്നില്ല, ഡി വരുന്നില്ലേ? എല്ലാവർക്കും ഡി ആണോ ഉത്തരം? നോക്കിയേ, ഡി എത്ര? 677/7 അല്ലേ? ആൻസർ ഡി. ഡി എത്ര റിമൈൻഡർ വരുന്നത്? ഡി എത്ര റിമൈൻഡർ വരുന്നത്? ഡി എത്ര റിമൈൻഡർ വന്നത്? 4 വന്നത്. അപ്പം ശരി കേട്ടോ, എല്ലാവർക്കും അങ്ങനെ കിട്ടിയേ? എല്ലാവർക്കും 4 കിട്ടിയല്ലേ? ഇതിനകത്ത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എണ്ണമുണ്ട്. 9 നമ്മൾ തന്നെ എടുക്കണം. ഇത് 9 കൂട്ടിയിട്ട് നോക്കി, 6 1 7, 7 5 എത്രയാണ്? 7 5 പറ, 7 5 എത്രയാ? 7 5 എത്രയാ? നമ്മൾ പഠിച്ച റൂൾ വെച്ച് പറ, ചെയ്ത് നോക്കാൻ കണ്ടുപിടിക്കാം. 9 ഡിവൈഡ് ബൈ 9 തന്നെ എടുക്കണം. 6 ഒന്നുകൂടി കൂട്ടുക, 6 1 7, 7 5 12. 12 ആണ് നമുക്ക് പറഞ്ഞത്. 9 എത്രയോട് കൂട്ടിയപ്പോഴാണ് 12 വന്നത്? 3 കൂട്ടിയപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ 3 നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാം, ഇത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എളുപ്പവഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ആണ് ഉത്തരം. റിമൈൻഡർ ഇതിൻ്റെ എത്രയാണ് വരുന്നത്? 4 വരുന്നത്. ബാക്കിയുള്ളതിനെല്ലാം റിമൈൻഡർ 3 വരുന്നത് കേട്ടോ. ചെയ്ത് പഠിക്കണേ. ഓക്കെ, ഡിവിഷൻ അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഡിവിഷൻ അറിയത്താലും ഉണ്ടോ? ഞാൻ ചോദിക്കാം, ഡിവിഷൻ അറിയത്താലും ഉണ്ടോ ഡിവിഷൻ ചെയ്യാനായിട്ട്? ഇനി നാണക്കേടാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ കേട്ടോ, പറഞ്ഞുതരാം ഡിവിഷൻ എങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഗണിത പഠനത്തിൽ പ്രക്രിയാശേഷികൾ പെടാത്തത് ഏതാ? എപ്പോഴും ചോദിക്കുന്നതാണ്. പട്ടികപ്പെടുത്തൽ, അപകരിക്കൽ, മനഃപ്പാഠമാക്കൽ, താരതമ്യം ചെയ്യൽ. ഏതാണ് ഗണിത പ്രക്രിയാശേഷികളിൽ പെടാത്തത്? പ്രക്രിയാശേഷികൾ എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനുമാണ്. ഏതാണ്? ഓപ്ഷൻ സി, മനഃപ്പാഠമാക്കൽ. ശരിയാണ്. റോഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മനഃപ്പാഠമാക്കി പ്രക്രിയാശേഷിക്ക് അത് പഠിക്കുന്നില്ല കേട്ടോ. ബാക്കി പട്ടികപ്പെടുത്തുന്നുണ്ട്, അപഗ്രഹിക്കുന്നുണ്ട്, താരതമ്യം ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്, നിഗമനത്തിൽ ചേരുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ മനഃപ്പാഠമാക്കൽ എന്ന് പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഗണിത പഠനത്തിലെ പ്രക്രിയാശേഷിക്കകത്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നു. ഇനി നമുക്ക് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. 2021 ഡിസംബറിൽ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ കഴിഞ്ഞ് ഇപ്പോൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറില്ലേ, അതുകൂടി ഉള്ളൂ നമ്മുടെ ഇനി തീരാനായിട്ട് കേട്ടോ, മാത്സിനകത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഏതെടുക്കും? ഇംഗ്ലീഷ് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇന്ന് പഠിച്ച തന്നെ നമ്മൾ പഠിച്ച തന്നെ മെയിൻലി പഠിച്ച തന്നെ ടൈമും വർക്കും. ടൈമും വർക്കിലെയും 3-5 ഇക്വേഷൻസ് ഉണ്ട്, അത് പഠിക്കുക കേട്ടോ. അത് ചെയ്ത് പഠിക്കുക. അതിൻ്റെ താഴെയുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ അത് വർക്കൗട്ട് ചെയ്താൽ മതി. അതിൻ്റെ താഴെ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരമായിട്ട് വരുന്നുണ്ടെന്ന് കണ്ട ഉത്തര സൂചികയെന്ന് കൊടുത്തിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന പ്രോബ്ലം നിങ്ങൾ ആ മേളിൽ കൊടുക്കുന്ന ഇക്വേഷൻ ഇട്ട് ചെയ്ത് നോക്കി അത് പഠിക്കുകയും വേണം. ഈ ഉത്തരം വരുന്നുണ്ടോ നോക്കുകയും വേണം. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ എല്ലാം PDF അയച്ചു തന്നേക്കാം. നമുക്ക് നാളെ രാവിലെ 8 മണിക്കാണ്. ഓക്കെ, ടാറ്റ.